ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എക്സാം ഒക്കെ എത്തിയത് മിസ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാം ആണെന്ന് വെച്ചാൽ യാതൊരുവിധ ടെൻഷനും കാര്യമില്ല, കൂളായിട്ടിരിക്കുക. സിലബസ് മാറിയോണ്ട് കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും എന്നറിയാം, പക്ഷെ വേണ്ട മക്കളെ, കൂളായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് ചാപ്റ്റർ 3 സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോശങ്ങളും കോശജാലങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണ്. അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ ആണ് കേട്ടോ, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ലെങ്ത് ആണെന്ന് കരുതി ആരും ഇത് പഠിക്കാതെ ഒന്നും ഇരിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിലുള്ളത്. അത്യാവശ്യം മാർക്ക് ഇതിൽ നിന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാനും നിൽക്കണ്ട. അപ്പോൾ ടൈം ഒട്ടും കളയുന്നില്ല മിസ്, നേരെ എന്താണ് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, കോശങ്ങളും കോശജാലങ്ങളും. എന്താണ് മക്കളെ സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ? നമുക്കെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ബോഡി അല്ലെങ്കിൽ ജന്തുജാലങ്ങളെ ആയിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ എല്ലാത്തിൻ്റെയും ബോഡി നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെൽസ് വെച്ചിട്ടാണ്. നമ്മുടെ ഇവിടെയൊക്കെ എന്താണ്? സെൽസ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സെൽ ക്ലസ്റ്റർ? അതായത് നോക്കിക്കോ, ഇതൊരു സെല്ലാണെന്ന് കരുതിക്കോ. ഓക്കെ, ഈ സെൽസിൻ്റെ കൂട്ടത്തിനെയാണ് സെൽ ക്ലസ്റ്റർ അഥവാ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെൽസിനെ കുറിച്ചും കോശങ്ങളെക്കുറിച്ചും കോശങ്ങളുടെ കൂട്ടത്തിനെ കുറിച്ചും അതായത് സെൽ ക്ലസ്റ്ററായ ടിഷ്യൂവിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഈ ചാപ്റ്റർ ഉടനീളം എന്താണ്? ഈ സെൽസിനെ കുറിച്ചും അതുപോലെ ടിഷ്യൂസിനെ കുറിച്ചും, പല ടൈപ്പുള്ള ടിഷ്യൂസ്, അതായത് ജന്തുജാലങ്ങൾ, ജന്തുക്കളിൽ വേറെ ടിഷ്യൂ ആണ്, അതുപോലെ പ്ലാന്റ്സിൽ വേറെ ടിഷ്യൂ ആണ്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അവർ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സെൽസ് ഇസ് എ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും സ്ട്രക്ചറൽ അതുപോലെ തന്നെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൽസ് ആണ്. ഓക്കെ, കോശങ്ങളാണ് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഈ എല്ലാ കോശത്തിലും എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്, അതുപോലെ തന്നെ സെൽ ഓർഗനൽസ്, കോശാംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇതിനെ പൊതിഞ്ഞുണ്ട് ഒരു ആവരണമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത്? സെൽസ് എന്ന് വിളിക്കുന്നത്. ഇനി സെൽ എന്ന് പറയുന്ന വേർഡ് വന്ന ഒരു ലാറ്റിൻ പദമാണ്. സെല്ലുല എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെൽ എന്ന് വന്നത്. അതായത് സ്മോൾ റൂം എന്നാണ് അതിൻ്റെ മീൻ ചെയ്യുന്നത്. പിന്നെ ഒട്ടുമിക്ക സെൽസും എന്താണ്? നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ മാത്രമാണ് കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ അല്ലേടാ? ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണം. ആദ്യമായിട്ട് ആരാണ് സെൽസ് കണ്ടതെന്നാണ് നോക്കുന്നത്. അതായത് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന, അദ്ദേഹം കണ്ട മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ഈ മനുഷ്യനാണ് ആദ്യമായിട്ട് സെൽസ് കണ്ടെത്തിയത്. ഓക്കെ, പുള്ളിക്കാരൻ എന്ത് ചെയ്ത് ഒരു നേർത്ത കോർക്കിൻ്റെ കഷ്ണം നോക്കി, അതായത് മൈക്രോസ്കോപ്പിലൂടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോരോ ബോക്സുകളായിട്ട് ഓരോരോ അറകളായിട്ട് കാണാൻ പറ്റി. പുള്ളിക്കാരൻ അതിനെ എന്ത് പേരിട്ട് വിളിച്ചു? സെൽസ് എന്ന് പേരിട്ട് വിളിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്താ നമ്മുടെ സെൽസ് കണ്ടെത്തിയത് ആരാണോ, അല്ലെ സെൽസ് കണ്ടത് ആരാണോ? റോബർട്ട് ഹുക്കാണ്. ജീവൻ ഇല്ലാത്തതാണ്, അതായത് നോൺ ലിവിങ് ആയിരിക്കുന്ന സെൽസാണ് കണ്ടത്. കാരണം ഈ പറയുന്ന മരത്തിൻ്റെ ആ കോർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മരത്തിൻ്റെ പുറന്തൊലിയില്ലേ, ഉണങ്ങിയ പുറന്തൊലിയാണ്. അപ്പോൾ അതെടുത്താണ് പുള്ളി നോക്കിയത്. അപ്പോൾ അത് ജീവനില്ലാത്തതായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ആളാണ് ലീവൻ ഹോക്ക്. അതായത് ജീവനുള്ള സെൽസിനെ കണ്ട ആള് ഈ ലീവൻ ഹോക്ക് എന്ന് പറയുന്ന ഈ കേളി ആയിട്ടുള്ള സ്റ്റൈലിഷ് ഹെയർ സ്റ്റൈലൊക്കെ ഉള്ള ലീവൻ ഹോക്കാണ് അത് കണ്ടെത്തിയത്. പുള്ളിക്കാരൻ എന്ത് ചെയ്ത് തൊട്ടടുത്തുള്ള കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ നോക്കി. അപ്പോൾ എന്താണ്? അതിനകത്ത് കുഞ്ഞു കുഞ്ഞു സൂക്ഷ്മ ജീവികളെ കാണാൻ പറ്റി. എന്താണത്? മൈക്രോ ഓർഗാനിസം. ഓക്കെ, അവന് മൈക്രോ ഓർഗാനിസം കണ്ടെത്തിയത് ആരാണ്? ലീവൻ ഹോക്കാണ്. ഇനി അതുപോലെ തന്നെ അടുത്തതാണ് സെൽ ബയോളജി. എന്താണ് സെൽ ബയോളജി? അതായത് സെൽസിനെ കുറിച്ചുള്ള പഠനശാഖ. നമ്മുടെ ബയോളജിയിൽ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ബയോളജിയിൽ പറഞ്ഞ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് എന്ത് വിളിക്കുന്നുണ്ട്? ബോട്ടണി എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ പറയുന്ന ആനിമൽസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് എന്താണ്? സുവോളജി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൽസിനെ കുറിച്ച് പഠിക്കുന്നതിന് സെൽ ബയോളജി അഥവാ കോശവിജ്ഞാനീയം എന്നാണ് പറയുന്നത്. ഇനി ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. സെൽ ബയോളജിയിലേക്ക് എത്താനായിട്ട് കുറച്ച് സയൻറ്റിസ്റ്റുകളൊക്കെ കൂടി കുറേ തിയറീസും കുറേ കാര്യങ്ങൾ കണ്ടെത്തലുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ സെൽ ബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്ക് എത്താനുള്ളത്. അതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് എൻ.ജെ. ഷ്ലീഡൻ അല്ല മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ എന്ന് പറയുന്ന ഈ ഒരു സയൻറ്റിസ്റ്റാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ഈ ലോകത്തെ എല്ലാ സസ്യജാലങ്ങളും അല്ലെങ്കിൽ സസ്യങ്ങളും എന്താണ്? കോശങ്ങളാൽ അല്ലെങ്കിൽ സെൽസ് കൊണ്ട് നിർമ്മിതമാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഓക്കെ, ഡിസ്കവേർഡ് ദാറ്റ് ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. എല്ലാ പ്ലാന്റ്സും എന്താണ്? ഈ പറയുന്ന സെൽസും വെച്ചിട്ടാണ് കമ്പോസ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ ഈ പറയുന്ന ഷ്ലീഡൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ആള് പുറകെ വന്നിട്ടുണ്ടായിരുന്നു തിയോഡർ ഷാൻ. കണ്ടോ, ഇത്തിരി ഹിറ്റ്ലർ ലുക്കൊക്കെ ഉള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ഈ ലോകത്തെ എല്ലാ ജന്തുജാലങ്ങളും എന്താണ്? കോശങ്ങൾ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റേ ആള് പറഞ്ഞത് എന്താ? പ്ലാന്റ്സ് നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളാണ്. അപ്പോൾ തിയോഡർ ഷാൻ വന്നിട്ട് പറഞ്ഞു പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ, എല്ലാ ജന്തുജാലങ്ങളെ ആനിമൽസിൻ്റെയും ബോഡി കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെൽസ് വെച്ചിട്ടാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓക്കെ ജന്തുജാലങ്ങളുടെ സെൽസ് വെച്ചിട്ടാണ്, അതുപോലെ പ്ലാന്റ്സിൻ്റെയും സെൽസ്
ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇത് എങ്ങനെയാണ് ഒരു സെൽസ് ഫോം ചെയ്തതിനെ കുറിച്ച് പറയാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയില്ല. അപ്പോഴാണ് ആര് വന്നത്, റുഡോൾഫ് വിർച്ചോ എന്ന് പറയുന്നത് കട്ടക്കലിപ്പനായ സയന്റിസ്റ്റ് കയറി വരുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്താണ്, പ്രീ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന സെൽസിൽ നിന്നാണ്. പുതിയ സെൽസ് ഉണ്ടാകുന്നത് എന്തിൽ നിന്നാണ്, പഴയ സെൽസിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ഈ 3 പേരുടെയും ആശയങ്ങൾ കൂടി ചേർത്തിട്ട് ഒരു സെൽ തിയറി ഉണ്ടാക്കി. ഓക്കെ, സെൽ തിയറി അതായത് വിവിധ സയന്റിസ്റ്റുകളുടെ എല്ലാ നിരീക്ഷണങ്ങളും ആശയങ്ങളും ഒരുമിപ്പിച്ചിട്ട് അവരെന്ത് ഫോം ചെയ്തു, സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം. ഇതാണ് ഈ പറയുന്ന സെൽ ബയോളജിയിലെ അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. 3 പോയിന്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ പറയുന്നത് ഓൾ ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 or more സെൽ. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറിയാം, നമുക്കിവിടെയൊക്കെ ഒരെണ്ണമായിരിക്കില്ല, ഒന്നിലധികം കോശങ്ങൾ ചേർന്നിട്ടാണ് നമ്മളുടെ ഈ ബോഡിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞത് ഈ സെൽ എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, അതായത് നമ്മളുടെ ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം എന്ന് പറയുന്നത്. മൂന്നാമത് ന്യൂ സെൽസ് ആർ ഒറിജിനേറ്റഡ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്, അതായത് മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നിട്ടാണ് പുതിയ കോശം ഉണ്ടാകുന്നത്. ഇത് മൂന്നുമാണ് എന്താ ഈ പറയുന്ന സെൽ തിയറി അല്ലെ കോശ സിദ്ധാന്തത്തിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ആണ്, പോസ്റ്റ്ലേറ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ കാണാറുണ്ട്. ആരും ഇത് പഠിക്കാതെ എക്സാം ഹോളിലേക്ക് പോകരുത് കേട്ടോ. ഇനി അടുത്തത് മൈക്രോസ്കോപ്പ് ആണ്. നമ്മൾ ഈ പറയുന്ന സെൽസിനെ കുറിച്ച്, സെൽസ് കണ്ടെത്തി എന്ന് പറഞ്ഞു, പ്ലാന്റ് സെൽസ് കണ്ടെത്തി എന്ന് പറഞ്ഞു, ആനിമൽ സെൽസ് ഒക്കെ കണ്ടെത്തി. എന്തിലൂടെയാണ്, മൈക്രോസ്കോപ്പിലൂടെയാണ്. ഭയങ്കര സൂക്ഷ്മമായിരിക്കുന്ന കോശങ്ങളെ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാ, ആ വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള മൈക്രോസ്കോപ്പ് ഉണ്ട്. ഒന്നാമതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്, രണ്ടാമത്തേത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇത് നിങ്ങളുടെ ലാബിൽ കാണാൻ പറ്റും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ് നിങ്ങളുടെ സ്കൂളിലെ ലാബിൽ ഇരിക്കുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തേതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ ഒരൊറ്റ ലെൻസ് മാത്രമേ ഉള്ളൂ, ഒരു ലെൻസ് മാത്രം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, ഒരൊറ്റ ലെൻസ് മാത്രമേ ഉള്ളൂ. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ ഒന്നിലധികം ലെൻസുകളാണുള്ളത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പിലാണെങ്കിൽ ഒരു വസ്തുവിനെ നമുക്ക് 10 ഇരട്ടി വലുതാക്കി കാണിക്കാൻ പറ്റും. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കുറച്ചും കൂടിയാണ്, അതായത് അതിനെ 1000 മടങ്ങ് വലുതാക്കി കാണിക്കാനായിട്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് പറ്റും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് എന്താണ്, മില്യൺ ആണ് കേട്ടോ, ഭയങ്കരമായിട്ട് വലുതാക്കി കാണിക്കാനായിട്ട്. വൈറസിനെയൊക്കെ കാണാൻ സഹായിക്കുന്ന എന്താ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് എന്താണ്, സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. അതെ, കണ്ടോ മോനെ, കണ്ടോ, ഇതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒറ്റ ലെൻസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, മിസ് ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ എന്താ, സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ വസ്തുക്കളെ 10 മടങ്ങ് വലുപ്പത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത. ഇത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടോ, ഇത് നിങ്ങളുടെ ലാബിലിരിക്കുന്ന മൈക്രോസ്കോപ്പാണ്. ഇതിനകത്ത് എന്താ, ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എന്താ, വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് എന്താണ്, ഈ മൈക്രോസ്കോപ്പിലൂടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അത് റെസൊല്യൂഷൻ ഓഫ് ഐ, അതായത് കണ്ണിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് മക്കളെ. ഈ ഒരു ഡോട്ട് കാണാൻ പറ്റുന്നു, ഈ 2 ഡോട്ട് കാണാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇനി ഞാൻ കുറച്ചും കൂടി അടുപ്പിച്ച് വരയ്ക്കുക. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴും നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇനി കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് 2 ഡോട്ടിൻ്റെ ആ ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരൊറ്റ ഡോട്ടായിട്ടല്ലേ തോന്നുന്നത്. അപ്പോൾ ഒരു ഡോട്ട് അല്ലെങ്കിൽ 2 ബിന്ദുക്കൾ തമ്മിൽ വേർതിരിച്ചറിയാനായിട്ട് പോയിന്റ്, അതായത് 0.2 മില്ലിമീറ്റർ ഡിഫറൻസ് ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് നമുക്കതിനെ 2 ബിന്ദുവായിട്ട് വേർതിരിച്ച് കഴിയാനായിട്ട് സാധിക്കുള്ളൂ. ഈ ദൂരമാണ് കണ്ണിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 ബിന്ദുക്കൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ ദൂരം എന്ന് പറയുന്നത് 0.2 എന്ന് പറയുന്ന മില്ലിമീറ്റർ അകലം വേണം. എന്നാൽ മാത്രമാണ് നമുക്കത് 2ആയിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. ആ കണ്ണിൻ്റെ ദൂരത്തിനെയാണ് എന്താ, റെസൊല്യൂഷൻ ഓഫ് ഐ അല്ലെങ്കിൽ കണ്ണിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി ദ ലെൻസ് ഈസ് റിക്വയർഡ് ടു ഡിസ്റ്റിംഗ്വിഷ് സ്പോട്ട് ഹാവിങ് എ ഡിസ്റ്റൻസ് ഓഫ് ലെസ് ദാൻ 0.2 mm. അതായത് ഈ പറയുന്ന ഇതിലും കുറവ് ഡിസ്റ്റൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് എന്ത് ആവശ്യമാണ്, ലെൻസ് ആവശ്യമാണ്. നമ്മുടെ കണ്ണും വെച്ച് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറിയ സാധനങ്ങളൊന്നും നമുക്ക്, അതായത് മൈക്രോ ഓർഗാനിസത്തിനൊന്നും നമുക്ക് കാണാൻ സാധിക്കാത്തത്. ഇനി മാഗ്നിഫിക്കേഷൻ പവർ, അതായത് ആവർത്തന ശേഷി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതായത് വസ്തുക്കളെ വലുതാക്കി കാണാനുള്ള നമ്മുടെ ലെൻസിന്റെ കഴിവിനെയാണ്, ഓക്കെ, മാഗ്നിഫൈ ചെയ്ത് കാണിക്കാനുള്ള ആ ലെൻസിന്റെ എബിലിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, മാഗ്നിഫിക്കേഷൻ പവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു നിരീക്ഷണ വസ്തു, അതായത് ഐ പീസ് എന്നുള്ള സംഭവം അറിയില്ലേ, നമ്മുടെ ലെൻസ് നോക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. ഈ ഐ പി സിയിലൂടെ ഒബ്ജക്റ്റീവ് ലെൻസ് നമുക്ക് 40% വലുതാക്കുകയും വലുതാക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിന്റെ ഈ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്തായിരിക്കും, 400x ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൈക്രോസ്കോപ്പിന്റെ പാർട്ടിലേക്ക് അടയ്ക്കുകയാണ് മക്കളെ. നമ്മളിത് ഈ ഒരു ഭാഗം ഞാൻ കളർ മാറ്റാം കേട്ടോ. ഓക്കെ, യെസ്, ഈ ഒരു ഭാഗം കണ്ടോ, ഇതിലൂടെയാണ് നമ്മളിങ്ങനെ നോക്കുന്നത്.
അതിനെ നമ്മൾ ഐ പീസ് എന്നാണ് വിളിക്കുന്നത്. കണ്ടോ, നമ്മൾ ആ ഒരു സ്പെസിമെൻ ഇവിടെ വെക്കുന്നത്. സ്പെസിമെൻ എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ നിരീക്ഷിക്കേണ്ടത് ആ നിരീക്ഷണ വസ്തുവിനെയാണ് സ്പെസിമെൻ എന്ന് പറയുന്നത്. ആ സ്പെസിമെൻ നോക്കുന്നത് എവിടെയാണ്? ആ മൂളിൽ കൂടിയാണ്, ആ ഒരു കുഞ്ഞു ഹോളിലൂടെയാണ്. അതിനെ നമ്മൾ ഐ പീസ് എന്ന് പറയുന്നു. ഇനി ഈ ഒരു ട്യൂബ് കണ്ടോ, ഈ പറയുന്ന ലെൻസിലേക്കും അതുപോലെ ഐ പീസിനെ കണക്ട് ചെയ്യുന്ന ഈ ഐ പീസിനെയും ഈ ലെൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്തിനെ നമ്മൾ ബോഡി ട്യൂബ് എന്നാണ് പറയുന്നത്. ബോഡി ട്യൂബ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് 3 ലെൻസ് ഉണ്ട്. ഓക്കെ, ഈ 3 ലെൻസ് ഉണ്ട്. ആ ലെൻസിനെ നമ്മൾ എന്താ ഒബ്ജക്റ്റീവ് ലെൻസുകൾ എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്. ഇവിടെ ഒരു വലിയൊരു വട്ടം കണ്ട മക്കളെ, ഇതിനെ കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്നാണ് പറയുന്നത്. അതായത് ഇതെന്ത് ചെയ്യുന്നത്, ഈ സ്പെസിമെൻ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തിരിക്കുന്ന ഐ പീസിനെ ഈ പറയുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ, ബോഡി ട്യൂബിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറയുന്നത്. ഇനി ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്, തൊട്ട് താഴെ വേറൊരു റൗണ്ട് കണ്ടോ, അതിനെയാണ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്. അതായത് ഭയങ്കര മൈന്യൂട്ടായിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതായത് ഈ കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി കൃത്യമായിട്ട്, അതായത് കൃത്യം എന്ന് വെച്ചാൽ ഫൈൻ പാർട്ടിക്കിൾ എന്താ ഭയങ്കര കുഞ്ഞത്, ഭയങ്കര ഫൈനായിട്ട് ഭയങ്കര കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടാടാ, ഈ ഒരു ബ്ലാക്ക് ഭാഗം, അതിനെ നമ്മൾ സ്റ്റേജ് എന്നാണ് പറയുന്നത് കേട്ടോ. സ്റ്റേജ്. പിന്നെ സ്റ്റേജിൽ എന്താണ്, ഇവിടെ ഒരു ക്ലിപ്പ് കണ്ടോ, ആ ക്ലിപ്പും വെച്ചിട്ട് നമ്മുടെ സ്പെസിമെനെ അങ്ങ് ടൈറ്റ് ചെയ്ത് വെക്കുന്നു. അറിയാം, നമ്മുടെ മുടിയൊക്കെ കെട്ടുമ്പോൾ ഇവിടെ ഒരു ക്ലിപ്പ് വെക്കും, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് എന്ത് ചെയ്യുള്ളൂ, മുടി കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അതുപോലെ സ്പെസിമെൻ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ഇനി ഇതിന് തൊട്ട് താഴെയുള്ള ഈ ഭാഗത്തിനെ കണ്ടൻസർ എന്നാണ് വിളിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗത്തിന് എന്താണ്, കണ്ടൻസർ എന്നാണ് വിളിക്കുന്നത്. ഇനി കണ്ടൻസറിന്റെ താഴെ കുറച്ച് ഈ ഭാഗം കണ്ടില്ലേടാ, ഇതിന് നമ്മൾ ഡയഫ്രം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇനി തൊട്ട് താഴെ മിറർ ഉണ്ട്. ഈ മിറർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ലെൻസിലേക്ക് കറക്റ്റായിട്ട് ലൈറ്റിനെ എത്തിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് പഠിക്കാം. കണ്ടോ, നിങ്ങൾ ടെക്സ്റ്റിൽ ഈ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പറയുന്ന ഈ ഒരു ലെൻസിന്റെ ഇവിടെ ഉള്ളിൽ ഒരു ഹോള് കാണാൻ സാധിക്കും. അതായത് ഈ മിററിൽ നിന്ന്, താഴത്തുള്ള മിററിൽ നിന്ന് ലൈറ്റ് മുകളിലേക്ക് കയറി പോകുന്നതാണ്. അതിന് നമ്മൾ അപ്പേർച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഈ സാധനം ഉറപ്പിച്ച് നിർത്തുന്ന സാധനം കണ്ടില്ലേ, ഈ മൈക്രോസ്കോപ്പിനെ മൊത്തം താങ്ങി നിർത്തുന്നതിനെ നമ്മൾ ബേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിനെയും കുറിച്ച് പഠിക്കാം. ഐ പീസ് എന്ന് വെച്ചാൽ എന്താണ്, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ, അതായത് മാഗ്നിഫൈ ചെയ്യാനുള്ള ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസുകൾ രൂപീകരിക്കുന്ന യഥാർത്ഥ ചിത്രത്തെ ഐ പീസിൽ നമുക്ക് വലുതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്, അതായത് വലിയ ഫോക്കസ് ചക്രം എന്ന് പറയുന്നത്, അതായത് ഈ റഫ് ഫോക്കസിനായിട്ട് കറക്റ്റ് ഫോക്കസ് ചെയ്യാനായിട്ട് സ്റ്റേജ് അല്ലെങ്കിൽ ബോഡി ട്യൂബിനെ മുകളിലേക്കും അതുപോലെ താഴത്തേക്കും നീക്കാനായിട്ട് സഹായിക്കുന്നതാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. ഞാൻ ഓൾറെഡി അത് പടം കാണിച്ചു പറഞ്ഞതാണ്. ഇനി ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് സൂക്ഷ്മമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് അല്ലെങ്കിൽ ചെറു ഫോക്കസ് ചക്രം ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ്, നിരീക്ഷണ വസ്തുക്കളെ വലുതാക്കി കാണിക്കാനായിട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റേജ് ക്ലിപ്പ്, ആ സ്ലൈഡിനെ കറക്റ്റായിട്ട് ഉറപ്പിച്ച് നിർത്താനായിട്ടാണ് ആ ക്ലിപ്പും അതുപോലെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. ഡയഫ്രം എന്ന് പറയുന്നത് ഓവറായിട്ട് പ്രകാശ തീവ്രതയെ ക്രമീകരിക്കാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ സ്പെസിമെനിലേക്കുള്ള ആ ലൈറ്റിൻ്റെ ആ ഒരു തീവ്രതയെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഡയഫ്രം ഉള്ളത്. മിറർ അറിയാലോ, പ്രകാശം സ്റ്റേജിലേക്ക് പ്രതിഫലിപ്പിക്കാനായിട്ട് ആ മിറർ എന്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കണ്ടൻസർ എന്താണ്, ആ പറയുന്ന കറക്റ്റ് ആ പ്രകാശത്തിനെ ആ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ടു ഫോക്കസ് ലൈറ്റ് ഓൺ ദ ഒബ്ജക്റ്റ്, അതിലേക്ക് വേണ്ടിയിട്ടാണ് കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. ഇനിയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഇത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പാർട്ടുകളാണ്. ഇനി പഠിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്. ഇതെന്താണ്, ഈ പറയുന്ന മില്യൺ ടൈംസ് ദശലക്ഷം മടങ്ങിലധികം ഈ വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ സഹായിക്കുന്നതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ടു ഹെൽപ്പ് ഒബ്സർവ് സെൽ, വൈറസ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ ഇൻ ദ ഡീറ്റെയിൽസ്. അതായത് ജീവകോശങ്ങളെക്കുറിച്ചും വൈറസുകളെക്കുറിച്ചും തന്മാത്ര ഘടനയെക്കുറിച്ചും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിരീക്ഷണങ്ങൾ നടത്താനായിട്ട് അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നൽകാനായിട്ട് നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് സാധിക്കും. പിന്നെ മിസ് ആദ്യം പറഞ്ഞ പോലെ ഇലക്ട്രോൺ ബീമാണ് ഈ പറഞ്ഞ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലിയാണ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരൊറ്റ മൈക്രോസ്കോപ്പ് മാത്രമല്ല, നമ്മൾ ടച്ച് ഫോൺസ് നമുക്ക് ഒരു ടച്ച് ഫോൺസ് മാത്രമാണുള്ളത് അല്ല. ആപ്പിൾ ഉണ്ട്, സാംസങ് ഉണ്ട്, വിവോ ഉണ്ട്, ഓപ്പോ ഉണ്ട്, അങ്ങനെ പല ബ്രാഞ്ചുകളുള്ള പോലെ നമ്മുടെ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നാണ് വിവിധ തരത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഏണസ്റ്റ് റസ്ക് ആൻഡ് മസ്കനോൾ എന്ന് പറയുന്നത് ഈ സയൻറ്റിസ്റ്റ് മാക്സ്നോന എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റുകളാണ് എന്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇനി ഈ പറയുന്ന പോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ്.
ഇനി കമ്പാരിസൺ, മക്കൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെയും അതുപോലെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെയും കമ്പാരിസൺ സാധാരണയായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ പ്രകാശമാണെങ്കിൽ എന്താണ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ആവശ്യമാണ്, അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് എന്താണ് ആവശ്യമില്ല, അവിടെ ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്യുന്നത്. ഇനി മാഗ്നിഫിക്കേഷൻ പവർ എന്താണ്, ഇവിടെ 1000 മടങ്ങ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണല്ലോ 1 മില്യൺ, അതായത് ഒരു ദശലക്ഷക്കണക്കിന് വലിപ്പത്തിൽ ഇതിനെ വലുതാക്കി ആ വസ്തുവിനെ വലുതാക്കി കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി ഈ പറയുന്ന വസ്തുക്കളെ കാണുന്നതിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഇത് ഇവിടെ വരെ കാണാൻ പറ്റുള്ളൂ, ഇത്രയും ഭാഗം വരെ കാണാൻ പറ്റുള്ളൂ. ഇനി ഈ പറയുന്ന പ്രോട്ടീൻസിനെ കാണണമെങ്കിൽ, വൈറസിനെ കാണണമെങ്കിൽ, DNA കാണണമെങ്കിൽ, ആറ്റംസിനെ കാണണമെങ്കിലൊക്കെ എന്ത് വേണം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വേണം. ഓക്കെ, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ മൈറ്റോകോൺട്രിയ, RBC, ആനിമൽ സെൽസ്, പ്ലാന്റ് സെൽ, ഈസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന വൈറസ്, നമ്മുടെ കൊറോണ വൈറസ് എന്നൊക്കെ കേട്ടിട്ടില്ലേടാ, ഈ വൈറസിനെ ഒന്നും സാധാരണ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റില്ല. അതിനെന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്. DNA നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ജനറ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു DNA സ്ട്രക്ചർ, അതൊന്നും നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കാണാൻ സാധിക്കില്ല. അതിന് എന്ത് വേണം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വേണം. ആറ്റങ്ങളെ കാണാനായിട്ട്, പ്രോട്ടീൻസിനെ കാണാനൊക്കെ എന്ത് വേണം, ഈ പറയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വേണം. അതാണ് അവ തമ്മിലുള്ള ആ കാണുന്നതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. കാരണം ഇതെന്താണ്, മില്യൺ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വലുതാക്കി കാണിക്കും. ഇതെന്താണ്, 1000 ടൈംസ് ആണ്, 1000 മടങ്ങാണ് വലുതാക്കി കാണിക്കുക. അപ്പോൾ അത്രയൊക്കെ അതിനകത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. അതിനകത്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാത്തിനെ കുറിച്ചും തന്മാത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ പറ്റുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണ്. ഇനി ഇതാണ് കേട്ടോ മൈക്രോസ്കോപ്പിക് വ്യൂ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ അടക്കുകളായിട്ട്, അറകളായിട്ട്, പെട്ടികളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ പ്ലാന്റ് സെല്ലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പ്ലാന്റ് സെല്ലിൽ അകത്ത് കാണപ്പെടുന്ന ഭാഗങ്ങൾ, അതിനെയാണ് ഈ സെൽ ഓർഗനൽസ് അഥവാ കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ പയ്യെ പഠിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. പ്ലാന്റ് സെല്ലിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നോർമലി ഒരു പ്ലാന്റ്, സോറി ഞാൻ കളർ മാറ്റാം കേട്ടോ, കളർ റെഡ് ആണ് കിടക്കുന്നത്, നമുക്കത് വൈറ്റ് ആക്കാം. ഓക്കെ, നോർമലി ഒരു സെല്ല് ഇങ്ങനെയായിരിക്കുന്നത്, സെൽസിനെ പൊതിഞ്ഞിട്ട് എന്താണ് ഒരു ആവരണം ഉണ്ടാകും. പക്ഷെ പ്ലാന്റ് സെല്ല് ഇതിനെ കൂടാതെ ഈ ഒരു ആവരണത്തിനെ കൂടാതെ എന്താണ് വേറൊരു ലെയറും കൂടി കാണാൻ സാധിക്കും. അതിനെയാണ് സെൽ വാൾ അഥവാ കോശഭിത്തി എന്ന് പറയുന്നത്. ഓക്കെ, സെൽ വാൾ അഥവാ കോശഭിത്തി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സെല്ലിൻ്റെ ഭിത്തി എന്ന് പറയുന്നത്. പുറത്തെയുള്ള ആ ഭിത്തിനെ വിളിക്കുന്നതാണ് സെൽ വാൾ അല്ലെങ്കിൽ നമ്മുടെ കോശഭിത്തി എന്ന് പറയുന്നത്. നമ്മുടെ റൂമിൻ്റെ ആ ഭിത്തിയുടെ ഷേപ്പാണ്. ഇപ്പം ഭിത്തികൾ കൂടി ചേർന്നിട്ട് സ്ക്വയർ ആണെങ്കിൽ ആ റൂം സ്ക്വയർ ആണെന്ന് പറയുന്നു. ഭിത്തികൾ കൂടി ചേർന്നിട്ട് റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റൂമിന് റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് സെൽവാളിൻ്റെ കേസും. സെൽവാൾ ആണ് ഈ പറയുന്ന പ്ലാന്റ് സെല്ലിന് ഷേപ്പ് കൊടുക്കുന്നത്, ആകൃതി കൊടുക്കുന്ന ആരാണ്, സെൽവാളാണ്. ഓക്കെ, അപ്പോൾ സെൽവാളിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. റിജിഡ് ലെയർ ഔട്ട് ടു ദ സെൽ മെംബ്രെയിൻ, അതായത് കോശസ്തരത്തിന് പുറത്തുള്ള കഠിനമായിട്ടുള്ള നല്ല കട്ടിയുള്ള പാളിയാണ് എന്ത്, സെൽവാൾ അല്ലെങ്കിൽ കോശഭിത്തി എന്ന് പറയുന്നത്. ഈ കോശത്തിന് സംരക്ഷണവും അതായത് പ്രൊട്ടക്ഷൻ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അകത്ത് നമ്മൾ കിടന്നുറങ്ങുന്ന എന്താണ് ഈ പറയുന്ന ആ ഭിത്തിയുടെ പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെയാണ് സെൽസിൻ്റെ ഈ പ്ലാന്റ് സെല്ലിൻ്റെ കേസിൽ ആ പ്ലാന്റ് സെൽസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആരാണ്, സെൽവാൾ അല്ലെങ്കിൽ കോശഭിത്തി ആവുന്നത്. സെൽവാൾ ഈസ് മെയിൻലി മേഡപ്പ് ഓഫ് സെല്ലുലോസ്, അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. സെല്ലുലോസും വെച്ചിട്ടാണ് ഈ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, സെല്ലുലോസ് എന്ന് പറയുന്ന ആ ഒരു പദാർത്ഥം വെച്ചിട്ടാണ് സസ്യങ്ങളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്തതാണ് സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശ സ്ഥരം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സെൽസിനെ പൊതിയുന്നത്, ഓൾറെഡി പറഞ്ഞു, ഇവിടെ വരച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഇവിടെ യെസ്, കണ്ടത്, ഇത് കണ്ട, ഇത് സെൽ ഭിത്തി, ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്, ഇത് നമുക്കൊക്കെ ഉള്ളതാണ്. നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ, ആനിമൽ സെൽസിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് ഇതിന് വിളിക്കാറുണ്ട് കേട്ടോ, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇതെന്താണ്, പൊതിയുന്നത് നേർത്തതുമായിട്ടുള്ള വഴുവഴക്കുള്ളതുമായിട്ടുള്ള ഒരു പാളിയാണ്. ഇതിനകത്ത് അതായത് പദാർത്ഥങ്ങളെ ഈ പറയുന്ന കോശത്തിനകത്തേക്ക്, സെൽസിനകത്തേക്കും അതുപോലെ പുറത്തേക്കും കടത്തി വിടുന്നത് ഈ പറയുന്ന സെൽ മെംബ്രെയിനിലൂടെയാണ്. പിന്നെ സെൽ മെംബ്രെയിനെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പദാർത്ഥങ്ങളെയും ഒന്നും കടത്തിവിടില്ല. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ബെല്ലടിച്ചു, നമ്മൾ വാലുറക്കുമ്പോൾ ആ ചേട്ടാ കയറിയിരിക്കും, അല്ലെങ്കിൽ ആ ചേച്ചി കയറിയിരിക്കും ഇന്ന് നമ്മൾ പറയാറില്ല. നമുക്ക് പരിചയമുള്ളവരെ ആണെങ്കിൽ നമ്മൾ അകത്തേക്ക് കടത്തിവിടുന്നു, അല്ലേ? അത് തന്നെയാണ് ഇവിടെ പ്ലാസ്മ മെംബ്രെയിൻ ചെയ്യുന്നത്. പരിചയമുള്ള ആൾക്കാരെ മാത്രമേ, അതായത് എല്ലാ കാര്യങ്ങളെയും അവർ കടത്തിവിടില്ല, അവർക്ക് സെലക്റ്റീവ് ആയിട്ടാണ് അവർ കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാസ്മ മെംബ്രെയിനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ വർണ്ണതാര്യ സ്ഥലം എന്നാണ് വിളിക്കുന്നത്. അതായത് എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ സ്ഥലം അല്ലെങ്കിൽ ഈ പറയുന്ന ആരാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്ലാസ്മ തരത്തെ അല്ലെങ്കിൽ എന്താണ് കോശസ്ഥലത്തിനെ വർണ്ണതാര്യ സ്ഥലം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? നമ്മുടെ വീടിൻ്റെ കാര്യം ആലോചിച്ചാൽ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും, അതായത് പുറത്തുനിന്ന് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും കടത്തിവിടുന്നില്ല, നമുക്ക് പരിചയമുള്ള ആൾക്കാരെ മാത്രമേ നമ്മുടെ വീടിനകത്തേക്ക് കടത്തുന്നുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഈ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്ഥലം എല്ലാവരും ഒന്നും കടത്തിവിടുന്നില്ല.
കടത്തിവിടുന്നില്ല, സെലക്ട് ചെയ്തിട്ടാണ് കടത്തിവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ വർണ്ണധാരിസ്ഥലം അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി പ്രോട്ടോപ്ലാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഒരു സെൽ മെംബ്രെയിനകത്തുള്ള എല്ലാത്തിനെയും ന്യൂക്ലിയസും സെൽ മെംബ്രെയിനും അങ്ങനെയുള്ള എല്ലാത്തിനെയും കൂടി വിളിക്കുന്ന പേരാണ്. അതായത് ഈ ഒരു സെല്ല് കണ്ടോ, ഈ ഒരു സെല്ലിനകത്തുള്ള അതിനകത്ത് സെൽ ഓർഗനൽസ് ഉണ്ട്, അതുപോലെ തന്നെ സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, അതിനെ എല്ലാത്തിനെയും കൂടി വിളിക്കുന്നതാണ് പ്രോട്ടോപ്ലാസം അഥവാ കോശദ്രവ്യം എന്ന് പറയുന്നത്. ഈ ഒരു റൂം എടുക്കുകയാണെങ്കിൽ ഈ റൂമിൽ എന്തുണ്ട്? ചെയർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സിസ്റ്റംസ് ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടേബിൾ ഇരിക്കുന്നുണ്ട്, ചെയർ ഇരിക്കുന്നുണ്ട്, പിന്നെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാത്തിനെയും കൂടിയിട്ടാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ക്ലാസ് റൂം എടുക്കുകയാണ്, നിങ്ങളുടെ ക്ലാസ് റൂമിൽ എന്തുണ്ട്? ബെഞ്ച് ഉണ്ട്, ഡെസ്ക് ഉണ്ട്, കുട്ടികളുണ്ട്, ടീച്ചർ ഉണ്ട്, ബോർഡ് ഉണ്ട്, ഡസ്റ്റർ ഉണ്ട്, ചോക്ക് ഉണ്ട്. അവ എല്ലാത്തിനെയും കൂടിയിട്ട് എന്ത് വിളിക്കുന്നുണ്ട്? പ്രോട്ടോപ്ലാസം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മർമ്മവും അതായത് ന്യൂക്ലിയസും കോശദ്രവ്യവും അതായത് സൈറ്റോപ്ലാസവും അതുപോലെ കോശസ്ഥലത്തിനുള്ളിൽ എല്ലാ സെൽ ഓർഗൻസ് എല്ലാം കൂടി ചേർന്നതിനെയാണ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് വിളിക്കുന്നത്. ഇനി സൈറ്റോപ്ലാസം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പ്രോട്ടോപ്ലാസം സൈറ്റോപ്ലാസം എപ്പോഴും മാറിപ്പോകാറുണ്ട്. അപ്പോൾ സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ആ കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ല് പോലുള്ള ഭാഗം, അതായത് ഈ ഒരു ഭാഗത്ത് ഇതാണ് ഈ പറയുന്ന സെൽ മെംബ്രെയിൻ. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഈ ഒരു ഭാഗമില്ല, ഈ ബ്ലൂ ആയിട്ട് കാണുന്ന ഈ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫ്ലൂയിഡിനെയാണ് എന്ത് വിളിക്കുന്നത്? സൈറ്റോപ്ലാസം. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ബെഞ്ച് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ, ബെഞ്ച് മാറ്റി, അതുപോലെ നിങ്ങൾ മാറി, ഡെസ്ക് മാറി, ടീച്ചേഴ്സ് ഒന്നുമില്ല ഭയങ്കര കാലിയായിട്ട് കിടക്കുന്നു, ആ നിലത്ത് ആ ഫ്ലോറിലിടാം, ആ ഫ്ലോറിനെയാണ് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. അതായത് ആ സെല്ലിനകത്തുള്ള ആ ഒരു കോശദ്രവ്യം അല്ലെങ്കിൽ ആ പറയുന്ന ആ ദ്രവ്യത്തിൻ്റെ പേരാണ്. ഓക്കെ, മീൻസ് അതിനകത്തുള്ള ഫ്ലൂയിഡ് ആയിട്ടിരിക്കുന്ന ഭാഗത്തിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഈ സൈറ്റോപ്ലാസത്തിലാണ് എന്തുള്ളത്? ഈ പറയുന്ന സെൽ ഓർഗനൽസ്, ന്യൂക്ലിയസ് ഒക്കെ ഉള്ളത്. ഓക്കെ, നമ്മുടെ ആ ഫ്ലോറിലാണല്ലോ നമ്മൾ ബെഞ്ച് കൊണ്ടിടുന്നതും ഡെസ്ക് കൊണ്ടിടുന്നതും ടേബിൾ കൊണ്ടിടുന്നതും നമ്മൾ നിൽക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു ആ ജെല്ലി പോലുള്ള ഭാഗം, ഇതുപോലെ സെൽസിനകത്ത് ഒരു ജെല്ലി പോലുള്ള ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തിനെയാണ് ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ദാറ്റ് ഫിൽ ഇൻ ദ സെൽ, അതിനെയാണ് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. നിരവധി രാസപ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ മീഡിയം ആയിട്ടാണ് നമ്മുടെ സൈറ്റോപ്ലാസം ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത് സെൽ ഓർഗനൽസ്, അതായത് നമ്മുടെ സെൽസിനകത്ത് അല്ലെങ്കിൽ കോശദ്രവ്യത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ആൾക്കാരെയാണ് സെൽ ഓർഗനൽസ് അഥവാ കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സെൽ ഓർഗനൽ ഫസ്റ്റ് എന്താണ്? മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആകുന്നു. മർമ്മം പ്രധാന കോശങ്ങളാണ് മർമ്മം. ഇതാണ് കേട്ടോ നമ്മുടെ, ഇതാണ് സെല്ലെന്ന് ചോദിച്ചാൽ ഇതാണ് സെൽ. ഈ സെൽസിൻ്റെ ഇവിടെ കാണുന്നതാണ് എന്ത്? അത് ഈ ഒരു സെൽസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് എഴുതിക്കോ. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കണ്ട യെല്ലോയിഷ് ആയിട്ട് കാണിക്കുന്നതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോളസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു റെഡ് കളർ ഇങ്ങനെ ബ്രാഞ്ച് പോലെ പോയിരിക്കുന്നത്, അതിനെയാണ് ക്രൊമാറ്റിൻ റെക്ടിക്കുലോ എന്ന് പറയുന്നത്. ഇത് സെൽ ഡിവിഷൻ്റെ സമയത്ത് ക്രോമസോംസുകളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അതായത് നമ്മുടെ ഈ പറയുന്ന കോശത്തിൻ്റെ സെൻറ്ററാണ്, എന്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് വിളിക്കുന്നത്. മർമ്മത്തിനുള്ളിൽ എന്താണ്? ഈ പറയുന്ന ദ്രാവകത്തിൽ കുറേ വലക്കണ്ണികൾ അല്ലെങ്കിൽ ഈ പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്, അതിനെയാണ് ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. അതിനെ എന്ത് വിളിക്കുന്നു? ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് ഇസ് എ സ്ട്രക്ചർ ദാറ്റ് അപ്പിയർ ലൈക്ക് ദ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ് വിത്തിൻ ദ ന്യൂക്ലിയോപ്ലാസം. അതായത് ന്യൂക്ലിയോപ്ലാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ന്യൂക്ലിയസിനകത്തുള്ള ഭാഗത്തിനാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കുന്നത്. ആ ഭാഗത്ത് ഈ നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ സെൽ ഡിവിഷൻ്റെ സമയത്ത് ഇത് എന്തായിട്ട് മാറുന്നുണ്ട്? ക്രോമസോംസുകളായിട്ട്, അതായത് കോശ വിഭജന സമയത്ത് ക്രോമസോംസുകളായിട്ട് കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോംസുകളായിട്ട് ഈ ഒരു ഫോമിലേക്ക് അത് മാറുന്നുണ്ട്. അതായത് ഇതുപോലെ ക്രോമസോംസുകളുടെ സ്ട്രക്ചറിലേക്ക് അത് മാറുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇനി ഈ പറയുന്ന അതിനുള്ളിൽ എന്താണ്? ദർ ഇസ് ഓൾസോ പാർട്ട് കോൾഡ് ന്യൂക്ലിയോളസ് വിത്തിൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിൽ എന്താണ്? നടുക്ക് മഞ്ഞ കളറായിട്ട് കാണിച്ചില്ലേടാ, അതിനെ ന്യൂക്ലിയോളസ് അല്ലെങ്കിൽ മർമ്മകം എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പോകുക. സാധാരണയായിട്ട് വൺ വേർഡിലാണെങ്കിൽ ചോദിക്കാറുണ്ട്. നമ്മുടെ സെൽസിൻ്റെ സെൻറ്റർ ഏതാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രണ കേന്ദ്രം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഒരു ഡൗട്ടും ഇല്ലാതെ ചോദിക്കുക ന്യൂക്ലിയസ് ആണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സെൽ ഓർഗനാണ് അല്ലെങ്കിൽ അടുത്ത കോശാംഗമാണ് ഗോൾഗി അപ്പാരറ്റസ്. കണ്ടോ, ഇതാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഗോൾഗി വസ്തുക്കൾ എന്നാണ് പറയുന്നത്. അതായത് ഇത് സെല്ലാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഇതുപോലെ കാണുന്നതാണ് എന്ത്? നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ കാണപ്പെടുന്നതാണ് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ എന്ന് വിളിക്കുന്നത്. ഗോൾഗി കോംപ്ലക്സ് എന്ന് ഇതിന് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞത് ദീസ് ആർ സെൽ ഓർഗൻ. നമുക്കറിയാം ഇതെന്താണ്? സെൽ ഓർഗനൽ
ആണ്. അപ്പിയർ സ്റ്റാക്സ്ഡ് മെംബ്രെയിൻ ലെയർ, അതായത് ഇതെന്താണ്, ഒരു അടുക്കി വെച്ച സ്തരപാളികൾ പോലെ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റൂലേ, കണ്ട അടുക്കി വെച്ച സ്തരപാളികൾ പോലെയാണ് നമ്മുടെ ഈ പറയുന്ന ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തു കാണപ്പെടുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും സ്തരസഞ്ചികളിൽ പൊതിഞ്ഞിട്ട് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതുപോലെ പുറത്തേക്കും അയക്കുന്നത് ആരാണ്, നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ, ലിപ്പിഡ് ആയാലും പ്രോട്ടീൻ ആയാലും അതിനെന്താണ്, സ്തരസഞ്ചിയിൽ പൊതിഞ്ഞിട്ട്, സെൽസിനുള്ളിൽ നടക്കുന്ന കാര്യമാണ്, സ്തരസന്ധിയിൽ പൊതിഞ്ഞിട്ട് ആ ഒരു സെൽ മെംബ്രെയിനിൽ പൊതിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കോശത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കും, അത് പുറത്തേക്ക് കടത്തുകയും ആരാണ്, ഗോൾഗി അപ്പാരറ്റസ് ആണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, അതായത് ഇത് സെല്ലാകുന്നു, ഇത് ന്യൂക്ലിയസ് ആകുന്നു, ഇതിപ്പോൾ നേരത്തെ പഠിച്ച ഗോൾഗി അപ്പാരറ്റസ് ആകുന്നു. ഓക്കെ, ഗോൾഗി അപ്പാരറ്റസ് ഇങ്ങനെ ആയിക്കോട്ടെ. ഇനി എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയസിന്റെ അടുത്തായിട്ട് ഇത് ഇങ്ങനെ കാണുന്ന സാധനമാണ്. ഓക്കെ, ഇതിങ്ങനെ കാണും. ഓക്കെ, ഇതിങ്ങനെയാണ് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇതാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. കോശത്തിനുള്ളിൽ കുഴലുകൾ പോലെ ശൃംഖലയായിട്ട്, അതായത് ഓർഗനൽസ് അപ്പിയർ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾ വിത്തിൻ ദ സെല്ല്, സെല്ലിനകത്ത് ഈ കുഴലപ്പം പോലെ ഓക്കെ അതുപോലെ കാണപ്പെടുന്നതാണ്. അങ്ങനെയുള്ള സെൽ ഓർഗനാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത്. പദാർത്ഥ സംവഹനത്തിനുള്ള പാതയാണ്. ഓക്കെ, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസിനുള്ള എന്താണ്, പാത്വേ ആണ് ശരിക്കും എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ആവശ്യമായിട്ട് കോശത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ ഇതിനെ ആ വസ്തുക്കളെ ആവശ്യമില്ലാത്ത വസ്തുക്കളെ നീക്കം ചെയ്യുന്നതുമായിട്ട് തന്നെയാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്ന് ചോദിക്കുന്നത് ഈ മെറ്റീരിയൽ കണ്ടക്ഷന് വേണ്ടിയിട്ടുള്ള പാത്വേ ഏതാണ്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയാം. കുഴലുകൾ പോലെ അല്ലെങ്കിൽ ട്യൂബ്യൂൾസ് പോലെ കാണപ്പെടുന്ന ഏതാണ്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക എന്ന് പറയാം. അതുപോലെ കോശത്തിന് ആവശ്യമായ വസ്തുക്കളെ നിർമ്മിക്കുകയും ആവശ്യമില്ലാത്തവയെ എന്താണ് നീക്കം ചെയ്യുന്നതുമാരാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. ഇനി അടുത്തതാണ് മൈറ്റോകോൺട്രിയ. ഷൂ പോലെ ഇരിക്കുന്ന കണ്ടില്ലേടാ, അതായത് ഇത് സെല്ലാകുന്നു, ഇത് ന്യൂക്ലിയസ് ആകുന്നു, ഇത് ഇപ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഗോൾഗി അപ്പാരറ്റസ് ആകുന്നു, ഇത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആകുന്നു. ഓക്കെ, ഇതൊക്കെ നേരത്തെ പഠിച്ചതാണ്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആകുന്നു. ഇനി ഇതുപോലെ ഷൂ പോലെ കിടക്കുകയാണെങ്കിൽ അതിനെന്താണ്, മൈറ്റോകോൺട്രിയ എന്നാ പറയുന്നത്. ഒരു സെല്ലിന്റെ പവർ ഹൗസ്, എനർജി പ്രൊഡക്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെൽ ഓർഗനിലാണ്. ഓക്കെ, കോശത്തിലെ ഊർജ്ജ ഉൽപാദന കേന്ദ്രം, എനർജി പ്രൊഡക്ഷൻ ഓഫ് ദ സെന്റർ ഓഫ് ദ സെൽ ആരാണ്, എനർജി പ്രൊഡക്ഷൻ സഹായിക്കുന്ന സെൽ ഓർഗനാണ് മൈറ്റോകോൺട്രിയ. ഇത് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്, അപ്പോൾ എന്തായാലും പഠിക്കുക. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സെൽസിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കുന്നത് ആരാണ്, ഈ മൈറ്റോകോൺട്രിയ ആണ്. അതായത് ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷന്റെ ഫലമായിട്ട്, ഓക്സിഡേഷൻ നടന്നതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്ന ഊർജ്ജത്തിനെ നമ്മുടെ സെൽസിൽ സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ്, ഈ പറയുന്ന മൈറ്റോകോൺട്രിയയിലാണ്. എന്നിട്ട് എന്താണ്, ആവശ്യാനുസരണം അത് കറക്റ്റായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എനർജി പ്രൊഡക്ഷൻ, നമ്മുടെ സെൽസിലെ എനർജി പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ് മൈറ്റോകോൺട്രിയ. ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷന്റെ ഫലമായിട്ട് കിട്ടുന്ന ആ ഒരു എനർജീനെ പുള്ളിക്കാരൻ സ്റ്റോർ ചെയ്തിട്ടും എല്ലാവർക്കും ആവശ്യാനുസരണം എന്ത് ചെയ്ത് പിടിച്ചോ, നിനക്ക് ഇത്രയും വേണമെങ്കിൽ നിനക്ക് തരാം, നിനക്ക് ഇത്രയും വേണമെങ്കിൽ നിനക്ക് ഇത്രയും തരാം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എനർജി വീതം വെക്കുന്നത് ആര് തന്നെയാണ്, നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ് കേട്ടോ. ഇനി പ്ലാസ്റ്റിഡ്, ഈ പ്ലാസ്റ്റിഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു സെൽ ഓർഗനിൽ എവിടെ മാത്രമേ കാണുള്ളൂ, പ്ലാന്റ്സിൽ മാത്രമേ കാണുള്ളൂ. ഓക്കെ, നേരത്തെ പഠിച്ചതിൽ സെൽ വാള് അത് പ്ലാന്റ്സിൽ മാത്രമേ കാണുള്ളൂ. അതുപോലെ തന്നെ സെൽ ഓർഗനൽസിൽ, കോശാംഗങ്ങളിൽ പ്ലാസ്റ്റിഡ് അഥവാ ജൈവകണങ്ങൾ പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുള്ളൂ, നമ്മുടെ സെൽസിൽ പ്ലാസ്റ്റിഡ് ഉണ്ടാവില്ല. ഓക്കെ, സസ്യകോശങ്ങളിലെ പ്രത്യേകമായിട്ടുള്ള ഭാഗങ്ങളാണ് ജൈവകണങ്ങൾ. പ്ലാസ്റ്റിഡ് അതാ സ്പെസിഫിക് പാർട്ട് ഇൻ ദ പ്ലാന്റ് സെല്ലിൽ മാത്രം ഉണ്ടാകുന്ന സ്പെസിഫിക് ആയിരിക്കുന്ന സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ് അഥവാ ജൈവകണങ്ങൾ എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആഹാരത്തെ നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്നു. പ്ലാസ്റ്റിഡിന്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്, അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് സിന്തസൈസ് എന്ന് വെച്ചാൽ എന്താ, നിർമ്മിക്കുക കേട്ടോ, നിർമ്മിക്കുകയും അതുപോലെ സ്റ്റോറേജ് സംഭരിക്കുകയും ചെയ്യുന്നത് ആരാണ്, പ്ലാസ്റ്റിഡ് ആണ്. ഇതിന് ദേ ഹാവ് എ 2 ലെയർ മെംബ്രെയിൻ, അതായത് 2 സ്തരപാളികൾ വെച്ച് ആവരണം ചെയ്തത്, 2 എണ്ണം വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഇവിടെ കാണിക്കാനൊന്നുമില്ല, അതായത് ഇത് ഒരു ഇങ്ങനെ ഇത് പൊതിഞ്ഞു വെക്കുന്നത്, ഇതുപോലെ ഒരെണ്ണം കൂടി പൊതിയാനായിട്ടുണ്ടാവും, അതാണ് ഉദ്ദേശം. 2 സ്തരപാളികൾ ഉണ്ടാവും. കണ്ട പിക്ചറിൽ കാണാം, 2 എണ്ണം ഉണ്ട്. കണ്ട ഇവിടെയും ഒരു സ്തരപാളി, ഇവിടെ 2 എണ്ണം വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാവും. നമ്മൾ ചില ഗിഫ്റ്റൊക്കെ പൊതിയുമ്പോൾ എന്താണ്, ഒരു പേപ്പറും വെച്ച് പൊതിഞ്ഞിട്ട് വീണ്ടും എന്താണ് ഒരു പേപ്പറും കൂടി പൊതിയാറുണ്ട്. അതുപോലെയാണ് ദേ ഹാവ് 2 ലെയർഡ് മെംബ്രെയിൻ എന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി പ്ലാസ്റ്റിഡിന്റെ കാര്യം പറയുമ്പോൾ ഇത് 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡ് ഉണ്ട്. ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിഡ് മാത്രമല്ല പ്ലാന്റ് സെല്ലിലുള്ളത്, 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡ്. ആദ്യത്തെയാണ് ക്ലോറോപ്ലാസ്റ്റ്,
ഹരിതകണങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇലകൾക്ക് പച്ചനിറം നൽകുന്നില്ല, പ്ലാന്റ്സിന് പച്ചനിറം, അതിന് എവിടെയെങ്കിലും പച്ചനിറം ഉണ്ടല്ലെങ്കിൽ ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരനായ പ്ലാസ്റ്റിഡ് ആരാ? ക്ലോറോപ്ലാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഹരിതകണങ്ങളാണ് നമ്മുടെ സസ്യങ്ങൾക്ക് പച്ച നിറം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ പച്ച നിറത്തിന് കാരണം ആരാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. പച്ച നിറമുള്ള ഗ്രീൻ പ്ലാസ്റ്റിഡ് ആണ് ഈ പറയുന്ന ഹരിതകണങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇലകളിലാണ്, നമുക്കറിയാം, കാരണം ഇലകളിലാണ് പച്ച നിറം ഉള്ളത്. ഓക്കെ, അപ്പൊ എവിടെയൊക്കെ പച്ച നിറം കാണുന്നു അതൊക്കെ എന്തിന്റെ പ്രസൻസ് ആണ്? ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിഡിന്റെ പ്രസൻസ് ആണ്. ദേ കണ്ടെയ്ൻ എ ഗ്രീൻ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. അതായത് ക്ലോറോഫിൽ എന്ന് പറയുന്ന ആ ഒരു പിഗ്മെന്റ് കൊണ്ടാണ് അതിന് എന്ത് കളർ കിട്ടുന്നത്? ഗ്രീൻ കളർ കിട്ടുന്നത്. ചോദിക്കാറുണ്ട് ഗ്രീൻ കളർ നൽകുന്ന ആ പിഗ്മെന്റിന്റെ പേരെന്താന്ന്. ഒരു ഡൗട്ടും ഇല്ലാതെ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം എന്ന് എഴുതിക്കൊള്ളണം കേട്ടോ. ഇനി ഇതിന്റെ ജോലി എന്ന് വെച്ചാൽ ദേ ഹെൽപ് ടു അബ്സോർബ് സൺലൈറ്റ്. സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാ? സിന്തസൈസിങ് ഫുഡ്. സിന്തസൈസിന്റെ മീനിങ് കുറച്ച് മുമ്പ് പറഞ്ഞോളൂ, ഫുഡ് നിർമ്മിക്കാനായിട്ട്, സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് ഭക്ഷണത്തെ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇനി അടുത്തതാണ് ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണകണങ്ങൾ. ഇത് എന്ത് ചെയ്യുന്നതെന്ന് വർണ്ണഭമായിട്ടുള്ള ജൈവകണം, കളേർഡ് ആയിരിക്കുന്ന പ്ലാസ്റ്റിഡ് ആണ്. നമ്മുടെ പഴങ്ങളിലായാലും പൂക്കളിലായാലും കളർ കൊടുക്കുന്നത് ആരാ? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ യെല്ലോ കളർ കാണുന്നുണ്ട്, റെഡ് കളർ കാണുന്നുണ്ടോ, ഓറഞ്ച് കളർ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ പ്ലാന്റിലെ ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണങ്ങളാണ് അതിന് കളർ കൊടുക്കുന്നത്. അത് മെയിനായിട്ട് കൊടുക്കുന്ന ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങളാണ് ഇതിനകത്തുള്ള മെയിനായിട്ട് വരുന്നത്. ദേ കണ്ടെയ്ൻ പിഗ്മെന്റ് ദാറ്റ് ഇമ്പാർട്ട് റെഡ്, ഓറഞ്ച്, യെല്ലോ കളർ. ഓറഞ്ച് കളർ ആയിക്കോട്ടെ, യെല്ലോ കളർ ആയിക്കോട്ടെ, റെഡ് കളർ ആയിക്കോട്ടെ, അത് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ആരാണ്? ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കണങ്ങളാണ്, അല്ലെ പ്ലാസ്റ്റിഡ് ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നിറങ്ങൾ, പരാഗണത്തിനും അതുപോലെ വിത്ത് വിതരണത്തിനൊക്കെ സഹായിക്കാൻ ജീവികളെ ആകർഷിക്കുന്നുണ്ട്. അടുത്തതാണ് ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിഡ്. ഇത് ശ്വേതകണങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതായത് വൈറ്റ് കളറാണ്, അല്ലെങ്കിൽ കളർലെസ് ആയിരിക്കും. ഒന്നിന് വൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ കളർലെസ് ആയിരിക്കുന്ന പ്ലാസ്റ്റിഡ് ആണ് ലൂക്കോപ്ലാസ്റ്റ്. ചോദിക്കാറുണ്ട് കളർ ഇല്ലാത്ത പ്ലാസ്റ്റിഡ് ഏതാണെന്നുള്ളത്. ക്ലോറോപ്ലാസ്റ്റിന് ഗ്രീൻ കളറാണ്, ക്രോമോപ്ലാസ്റ്റ് ആണെങ്കിൽ ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. പക്ഷെ ലൂക്കോപ്ലാസ്റ്റിന്റെ കേസ് വരുമ്പോൾ കളറില്ല, ഒന്നിന് വൈറ്റ് കളർ അല്ലെങ്കിൽ കളർ ഇല്ലാത്ത പ്ലാസ്റ്റിഡ് ആണ് ലൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. വിത്തുകളിലും അതുപോലെ വേരുകളിലും തണ്ടുകളിലൊക്കെയാണ് ഈ ലൂക്കോപ്ലാസ്റ്റ് കാണപ്പെടുന്നത്. ദേ ഫൗണ്ട് ഇൻ ദ സീഡ്സ്, റൂട്ട് ആൻഡ് സ്റ്റെംസ്. ഇവിടെയൊക്കെയാണ് ലൂക്കോപ്ലാസ്റ്റ് കാണപ്പെടുന്നത്. ഇനി ലൂക്കോപ്ലാസ്റ്റിന്റെ ജോലി എന്ന് വെച്ചാൽ ഈ നമ്മുടെ സ്റ്റാർച്ചിനെ ആയിക്കോട്ടെ, ഓയിലിനെ ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, അതിനെയൊക്കെ സ്റ്റോർ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ചാൽ മതി, ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടെപ്പി ആയിട്ട് കരുതുക. അതിനകത്ത് എന്തൊക്കെ ഇതാകും? അന്നജത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കും, അതായത് സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്ത് വെക്കും, ഓയിൽ എണ്ണേനെ സ്റ്റോർ ചെയ്ത് വെക്കും, അതുപോലെ പ്രോട്ടീൻ ഇത്രയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ടെപ്പിയാണ് നമ്മുടെ ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ടെപ്പിന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? ലൂക്കോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം, ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് കളർ ഇല്ലാത്തതാണ്, വൈറ്റ് കളറാണ്. ഓക്കെ, ഇനി അതിൻ്റെ ജോലി എന്താ? സ്റ്റോർ ചെയ്യലാണ്. ആരൊക്കെയാണ്? സ്റ്റാർച്ചിനെ, ഓയിലിനെ, അതുപോലെ തന്നെ പ്രോട്ടീനെ, ഇത്രയും കാര്യങ്ങളാണ് ലൂക്കോപ്ലാസ്റ്റിലുണ്ട്. ഇതിനകത്താണ് വാക്യൂൾ. ഈ പറഞ്ഞ പോലെ ആനിമൽ സെൽസിലും ഉണ്ട്, പ്ലാന്റ് സെൽസിലും ഉണ്ട്. പക്ഷേ പ്ലാന്റ് സെല്ലിലെ വാക്യൂൾ, കാരണം ഇതാണ് വാക്യൂൾ. ഈ പ്ലാന്റ് സെല്ലിലെ വാക്യൂൾ കുറച്ചും കൂടി വലുതായിരിക്കും. ആനിമൽ സെൽസിലെ വെച്ച് നോക്കുമ്പോൾ പ്ലാന്റ് സെല്ലിലെ വാക്യൂൾ കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കോശദ്രവ്യത്തിൽ, അതായത് അതിൻ്റെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിനെയും, ഇതിൻ്റെ ജോലി എന്ന് വെച്ചാൽ വാട്ടറിനെയും അതുപോലെ തന്നെ ന്യൂട്രീഷൻസിനെയൊക്കെ അതുപോലെ സ്റ്റോർ ചെയ്യലാണ് വാക്യൂൾസിൻ്റെ ജോലിയായിട്ട് വരുന്നത് കേട്ടോ. അതായത് വാക്യൂൾ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിൽ കുറച്ചും കൂടി വലുതായിരിക്കും, ആനിമൽ സെൽസിൽ കമ്പാരറ്റീവ്ലി ചെറുതാണ്. ഇവരുടെ ജോലി എന്ന് വെച്ചാൽ വാട്ടറിനെയും ന്യൂട്രിയൻസിനെയൊക്കെ സ്റ്റോർ ചെയ്യലാണ് വാക്യൂൾസിൻ്റെ ജോലിയായിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് റൈബോസോം എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിലുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ സിന്തസിസിന്റെ കേന്ദ്രം എന്ന് പറയുന്ന റൈബോസോമാണ്. പ്രോട്ടീൻ സിന്തസിസിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് റൈബോസോമാണ്. ചില സമയത്ത് ഇത് കോശദ്രവ്യത്തിൽ, അതായത് ഞാൻ കാണിച്ചു തരാം, ഇത് സെല്ലാണെന്ന് വിചാരിച്ചു, ഇത് ന്യൂക്ലിയസ് ആണ്, ഇതിന് ചുറ്റും എന്താണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച അന്തർദ്രവ്യ ജാലികയുണ്ട്. ഓക്കെ, ചില സമയത്ത് ഈ പറയുന്ന റൈബോസോം ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കും, ചില സമയത്ത് എന്താണ്? ഫ്രീ ആയിട്ട് കിടക്കും. അതാണ് ഉദ്ദേശം കേട്ടോ. അതായത് ചില സമയത്ത് റൈബോസോം എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമായിട്ട് കൂട്ടുകൂടിയിട്ടായിരിക്കും കിടക്കുന്നത്. ചില സമയത്ത് സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് എനിക്ക് ആരുടെ കൂട്ടൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മാറിക്കിടക്കും. അതാണ് നമ്മുടെ റൈബോസോം ചെയ്യുന്നത്. ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം എയ്തർ ഫ്രീലി ഓർ അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും, അതല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കും. കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയോട് ചേർന്ന് കാണപ്പെടുന്നതാണ് നമ്മുടെ ഈ പറയുന്ന റൈബോസോം. ദേ ഫങ്ഷൻ സിന്തസിസ് ആസ് എ സെന്റർ ഫോർ ദ പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് റൈബോസോം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നത് ആരാണ്? എനർജി പ്രൊഡക്ഷനും മൈറ്റോകോൺട്രിയ. പ്രോട്ടീൻ സിന്തസിസിന് ആരാണ്? റൈബോസോം. റൈബോസോം ആണ് പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നത്. ഇനി നമ്മൾ ടിഷ്യൂസിലേക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി ടിഷ്യൂ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇതൊരു സെല്ലാകുന്നെങ്കിൽ ഇതിന്റെ കൂട്ടത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ടിഷ്യൂ എന്ന് വിളിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ്. പ്ലാന്റ് ടിഷ്യൂസ് പഠിക്കാം. ദ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആർ നോൺ as ടിഷ്യൂ. ഓൾറെഡി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സമാനമായിട്ടുള്ള കോശങ്ങളുടെ ആ ഒരു കൂട്ടത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്ലസ്റ്റർ എന്നോ ടിഷ്യൂ എന്നോ കോശജാലം എന്നോ അല്ലെങ്കിൽ കലകളെന്നോ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന പ്ലാന്റ്സിന്റെ കേസ് എടുക്കുമ്പോൾ പ്ലാന്റ് ടിഷ്യൂസിന് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പെർമനന്റ് ടിഷ്യൂസ് എന്നും, അതായത് പ്ലാന്റ് ടിഷ്യൂസിന് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പെർമനന്റ് ടിഷ്യൂ, ഒന്ന് പെർമനന്റ് ടിഷ്യൂ എന്നും മറ്റേതിനെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇത് ഓക്കെ അല്ലേ? പ്ലാന്റ് ടിഷ്യൂസിന് നമ്മൾ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? രണ്ടായിട്ടാണ്. ഒന്ന് പെർമനന്റ് ടിഷ്യൂസ് എന്നും മറ്റത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും. ഈ പെർമനന്റ് ടിഷ്യൂസിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തതാണ് സിമ്പിൾ ടിഷ്യൂ എന്നും രണ്ടാമത്തതാണ് കോംപ്ലക്സ് ടിഷ്യൂ എന്നും. സിമ്പിൾ ടിഷ്യൂ എന്നും കോംപ്ലക്സ് ടിഷ്യൂ എന്നും. സാർ ഒരു സ്ലൈഡ് ഒന്ന് എനിക്ക് ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസ് 2 ടൈപ്സ് ആണ്. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും അതുപോലെ തന്നെ പെർമനന്റ് ടിഷ്യൂസും. ഈ പെർമനന്റ് ടിഷ്യൂസിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ടിഷ്യൂസും അതുപോലെ തന്നെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി സിമ്പിൾ ടിഷ്യൂസ് 3 തരത്തിലുണ്ട്: പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഓക്കെ, സിമ്പിൾ ടിഷ്യൂസ് എത്ര ടൈപ്പ് ഉണ്ട്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. കോംപ്ലക്സ് ടിഷ്യൂസ് വീണ്ടും ഉണ്ട് 2 ടൈപ്പ്: സൈലോം, ഫ്ലോയം. ഓക്കെ, അതാണ് അതിൻ്റെ എക്സാമ്പിൾ പഠിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അയക്കും ഒരു ഫ്ലോ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാക്കും. അതുകൊണ്ടാണ് ഫ്ലോ ചാർട്ട് കാണിക്കുന്നത്. യെസ്, കണ്ടോ? അതായത് പ്ലാന്റ് ടിഷ്യൂസ് 2 തരത്തിലുണ്ട്: മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനന്റ് ടിഷ്യൂസും. ഈ പെർമനന്റ് ടിഷ്യൂസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിട്ടാണ്? യെസ്, സിമ്പിൾ ടിഷ്യൂസും അതുപോലെ കോംപ്ലക്സ് ടിഷ്യൂസും. സിമ്പിൾ ടിഷ്യൂസ് 3 തരത്തിലുണ്ട്: പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. കോംപ്ലക്സ് ടിഷ്യൂസ് ആണെങ്കിൽ സൈലും ഉണ്ട്, ഫ്ലോയും ഉണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എവിടെ സിമ്പിൾ ടിഷ്യൂ? യെസ്, സിമ്പിൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള കോശങ്ങൾ നിർമ്മിതമായിട്ടുള്ള ടിഷ്യൂസിനെയാണ് അല്ലെങ്കിൽ കലകളെയാണ് സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പാരൻകൈമയുണ്ട്, കോളൻകൈമയുണ്ട്, സ്ക്ലീറൻകൈമയുണ്ട്. പേരുകളൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് എന്തിട്ട് പേര് എന്നൊക്കെ. പക്ഷെ സിമ്പിളാണ്. പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു ഫ്ലോയിൽ പഠിക്കാം. പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ കേട്ടോ. അപ്പോൾ പഠിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. പേരൊക്കെ കാണുമ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ട് ഓടിപ്പോകാനും നിൽക്കണ്ട. പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ പാരൻകൈമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലിവിങ് സെല്ലാണ്, ജീവനുള്ള കോശങ്ങളാണ് എന്താ പാരൻകൈമ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര തിന്നാണ്. അതായത് ഇതിൻ്റെ സെൽസ് ഇത് ഇങ്ങനെ വളരെ തിന്നായിട്ടാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ കോശഭിത്തി എന്താണ്? വളരെ തിന്നായിട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇന്റർ സെല്ലുലാർ സ്പേസ് കാണാൻ സാധിക്കും. മക്കളെ നോക്കി, ഇവിടെ കുറേ ഹോള് കാണുന്നില്ലേ? കണ്ടോ? ഒരു ഹോള് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ഈ ഹോള് കണ്ടോ? അടുത്ത് ഇവിടെ ഒരു ഹോള് കാണുന്നുണ്ട്. ഓക്കെ, അതായത് കുറച്ചുകൂടി വലുതായിട്ട് വരച്ച് കാണിച്ചാൽ അപ്പോൾ ശരിക്കും മനസ്സിലാവും. ഓക്കെ, ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഈ സെൽസിന്റെ ഇടയിലായിട്ട് ഹോൾസ് കാണാൻ പറ്റുന്നില്ലേ? ആ ഹോൾസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഞാൻ ലാർജ് ചെയ്ത് കാണിച്ചത്. അയ്യോ, കിട്ടുന്നില്ല. ഓക്കെ, കുറച്ചും കൂടി വലുതായിട്ട് വരച്ച് കാണിച്ചാൽ കേട്ടോ. അതെ, ഇതൊരു സെൽസുകൾ കൂടിച്ചേർന്നിട്ട് കണ്ടോ? ഇതിൻ്റെ ഇടക്ക് ഹോള് കാണുന്നില്ലേ? കണ്ടോ? ഒരു ഹോള് കാണുന്നുണ്ടില്ലേ? ഈ ഹോള് റെഡ് കണ്ടോ? ഹോള് കണ്ടോ? ഇവിടെ ഹോള് കണ്ടോ? ഈ സെൽസുകൾ കൂടിച്ചേർന്ന ഇടക്ക് ഹോൾസ് കാണാൻ സാധിക്കും. അതിനെയാണ് ഇന്റർസെല്ലുലാർ സ്പേസസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് പ്രസന്റ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. പാരൻകൈമ എന്ന് പറയുന്നത് അതൊരു ലിവിങ് സെല്ലാണ്. അതിൻ്റെ സെൽ വാൾ എന്താ? ഭയങ്കര തിന്നാണ്, ഭയങ്കര കനം കുറഞ്ഞിട്ടുള്ള കോശഭിത്തിയാണ്. ഇന്റർസെല്ലുലാർ സ്പേസ് കാണും. ഇനി ഇതിൻ്റെ ജോലി, ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്, അതുപോലെ സ്റ്റോറേജ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റോറേജ് തുടങ്ങിയ കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന പാരൻകൈമ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഈ ഒരു പാരൻകൈമക്ക് ഒരു കഴിവുണ്ട്. സെൽ പാർട്ട് ചില ഭാഗങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട്, എബിലിറ്റി ടു ഡിവൈഡ്, കോശങ്ങൾ വിഭജിക്കാനുള്ള കഴിവ് പാരൻകൈമക്ക് ഉണ്ട്. ഓക്കെ, സിമ്പിൾ ടിഷ്യൂസിലെ പാരൻകൈമക്ക് മാത്രമാണ് ഈ പറയുന്ന സെൽ ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. പാരൻകൈമ എന്ന് പറയുന്നത് അതെന്താണ്? ഒരേപോലെ ഇരിക്കുന്ന സെൽസ് ആണെന്ന് അറിയാം. ഒരേപോലെ ഇരിക്കുന്ന സെൽസുകൾ കൂടിച്ചേർന്നിട്ടാണ് ആ ടിഷ്യൂ ഉണ്ടായത്. അതെന്താണ്? വളരെ തിന്നായിരിക്കുന്ന സെൽവാളാണ്, തിന്നായിരിക്കുന്ന കോശഭിത്തിയാണ്. അതുപോലെ തന്നെ ഇന്റർ സെല്ലുലാർ സ്പേസസ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിനും സ്റ്റോറേജ് ഓഫ് ഫുഡിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തതാണ് കോളൻകൈമ. കോളൻകൈമയെ വെച്ച് നോക്കുമ്പോൾ ഈ ടിഷ്യൂസ് ഇതും എന്താണ്? ജീവനുള്ള ടിഷ്യൂ തന്നെയാണ്, ലിവിങ് ടിഷ്യൂസ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ സെൽ വാള് അല്ലെങ്കിൽ ആ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും എന്ന് പറയുന്ന പദാർത്ഥം വെച്ചിട്ടാണ്. സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ് ഇതിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പാരൻകൈമേനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സെൽവാൾ എന്താണ്? കുറച്ചും കൂടി തിക്കാണ്. പക്ഷെ ചില ഭാഗങ്ങളിൽ മാത്രം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ കേട്ടോ, ചില ഭാഗങ്ങളിൽ ഇതുപോലെ, അതായത് ഡാർക്കായിട്ട് കാണിക്കുന്നത്, ചില ഭാഗങ്ങളിൽ ഇങ്ങനെ
കട്ടി കൂടുതലുണ്ട്. എല്ലാ ഭാഗത്തും ഇല്ല, ചില ഭാഗങ്ങളിൽ എന്താണ് ഈ പറയുന്ന ആ ഒരു ഇത് അതിൻ്റെ സെൽ വാള് കട്ടിയായിട്ട് കാണാനായിട്ട് സാധിക്കും. അതാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ കോർണറിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ചില ഭാഗങ്ങളിൽ ഇതിൻ്റെ കോശങ്ങൾ എന്താണ് കട്ടിയുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഷേപ്പ് കൊടുക്കുന്നത്, പ്ലാന്റ് പാർട്സിന് ഷേപ്പ് കൊടുക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ സസ്യഭാഗങ്ങൾക്ക് ആകൃതി കൊടുക്കുന്നത് കോളൻകൈമയാണ്. ഇനി സ്ക്ലീറൻകൈമ ഇത്ര നേരം പഠിച്ച പാരൻകൈമ ആയിക്കോട്ടെ കോളൻകൈമ ആയിക്കോട്ടെ ഇത്ര നേരം നിങ്ങൾ പഠിച്ചത് ജീവനുള്ളതായിരുന്നു. ഇതെന്താണ് നിർജീവമായിരിക്കുന്ന അല്ലെങ്കിൽ ഡെഡ് ആയിരിക്കുന്ന സെൽസ് ആണ് സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര കട്ടി കൂടിയതാണ്. വരച്ച് കാണിക്കുമ്പോൾ അത് ഇതുപോലെയോ വരച്ച് കാണിക്കുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും. അതായത് ഇത് ഇങ്ങനെ ഇതുപോലെയാണ് സ്ക്ലീറൻകൈമ ഇരിക്കുന്നത്. ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ സെൽ വാളിന് ഭയങ്കര കട്ടിയാണ്. സെൽ വാള് നല്ല കട്ടിയുള്ളതാണ്, നല്ല തിക്കറായിട്ടുള്ളതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഭയങ്കര കട്ടിയായിട്ട് ഒരേപോലെ യൂണിഫോമിൽ ഒരേപോലെ കട്ടിയാണ് എല്ലാ ഭാഗത്തും. അതാണ് സ്ക്ലീറൻകൈമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെഡ് സെല്ലാണ്, കട്ടിയുള്ളതാണ്, സെൽ വാള് ഭയങ്കര കട്ടിയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആയില്ലേ, സെറ്റായില്ല. അപ്പോൾ ഇതാണ് നിർജീവമായിരിക്കുന്ന ഡെഡ് സെല്ലാണ്. ഇതിൻ്റെ സെൽ വാൾ അല്ലെങ്കിൽ കോശഭിത്തി ഭയങ്കര കട്ടിയുള്ളതാണ്. ഇതിൻ്റെ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ്, അതായത് യൂണിഫോം എന്ന് വെച്ചാൽ ഒരുപോലെ കട്ടിയുള്ളതാണ്. ഇത് സസ്യങ്ങൾക്ക് ഭയങ്കര ദൃഢത കൊടുക്കുന്നുണ്ട്, താങ്ങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ സസ്യങ്ങൾക്ക് കട്ടി കൊടുക്കുന്നത്, ദൃഢത കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ഈ പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ് പാർട്ട്. ദൃഢതയും സപ്പോർട്ടും കൊടുക്കുന്നത് നമ്മുടെ സ്ക്ലീറൻകൈമയാണ്. അപ്പോൾ ചോദിക്കാറുണ്ട് നമ്മുടെ പ്ലാന്റ് പാർട്സിന് ദൃഢത അല്ലെങ്കിൽ ഈ പറയുന്ന സ്ട്രെങ്ത് കൊടുക്കുന്ന ആരാണ്? സ്ക്ലീറൻകൈമ എന്ന് പറയുന്ന ഡെഡ് സെല്ലാണ്. ഇനി കോംപ്ലക്സ് ടിഷ്യൂസ് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ഈ പറയുന്ന സിമ്പിൾ ടിഷ്യൂസ് നിന്ന് കോംപ്ലക്സ് ടിഷ്യൂസിന് പെർമനന്റ് ടിഷ്യൂസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത ഇനം ടൈപ്പുകളുള്ള സെൽസുകൾ കൂടിച്ചേർന്നാണ് കോംപ്ലക്സ് ടിഷ്യൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ മിക്സർ, നമ്മളൊക്കെ നാട്ടിൽ മിക്സർ എന്നൊക്കെ പറയുന്നത് ശരിക്കും അതിൻ്റെ പേര് മിക്സ്ചർ എന്നാണ്. ഓക്കെ, മിക്സറിൽ എന്താണ് കുറേ തരത്തിലുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് മിക്സർ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ മിക്സ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെയാണ് കോംപ്ലക്സ് ടിഷ്യൂ. അതായത് ഒരുപോലെ ഇരിക്കുന്ന സെൽസുകൾ കൂടിച്ചേർന്നതല്ല കോംപ്ലക്സ് ടിഷ്യൂ, മറിച്ച് പലതരത്തിലുള്ള സെൽസുകൾ കൂടിച്ചേർന്നതാണ് കോംപ്ലക്സ് ടിഷ്യൂ അഥവാ സങ്കീർണ്ണ കലകൾ എന്ന് പറയുന്നത്. കോശങ്ങൾ ചേർന്നിട്ട് രൂപപ്പെട്ട പലതരത്തിലുള്ള പ്രത്യേക കലകളാണ് ഈ പറയുന്ന സങ്കീർണ്ണ കലകൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വസ്കുലർ ടിഷ്യൂസ് എന്ന് പറയാറുണ്ട് കേട്ടോ. കോംപ്ലക്സ് ടിഷ്യൂവിനെ തന്നെയാണ് വസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സങ്കീർണ്ണ കലകളെ തന്നെയാണ് സംവഹന കലകൾ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് സൈലോം ഫ്ലോയാണ്. സൈലം ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും. സൈലം എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ആപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സൈലോം ഫ്ലോയാണ്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് എളുപ്പമാണ്. സൈലം നിങ്ങൾ മറക്കില്ല. സൈലോം ഫ്ലോയുമാണ് ഈ പറയുന്ന കോംപ്ലക്സ് ആയിരിക്കുന്ന ടിഷ്യൂസിന് അല്ലെങ്കിൽ വസ്കുലർ ടിഷ്യൂസിന് അല്ലെങ്കിൽ സങ്കീർണ്ണ കലകൾക്ക് അല്ലെങ്കിൽ സംവഹന കലകൾക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. സൈലം ഏകദേശം ഒരു കുഴലപ്പത്തിൻ്റെയൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നേരെ എഴുതിക്കൊള്ളാം സൈലം എന്നുള്ളത്. ഫ്ലോയം കണ്ട പ്രത്യേകിച്ച് ഷേപ്പുകൾ ഇല്ലാത്തൊരു ടൈപ്പിലായിരിക്കുന്നത്. അപ്പോൾ ഫ്ലോയം അതാണ്. ഇനി ഇതിൻ്റെ ജോലി എന്ന് വെച്ചാൽ സൈലം എന്തോ ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വേര് മണ്ണിൽ നിന്ന് ജലത്തിനെ വലിച്ചെടുക്കുന്നുണ്ട്. നമുക്കറിയാം, അതായത് പറയുന്നത് നമ്മൾ അതുകൊണ്ടാണ് ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വലിച്ചെടുക്കുന്ന ആരാണ്? ജലമാണ്. ഈ ജലത്തിനെ പ്ലാന്റ്സിൻ്റെ ലീഫിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ആരാണ്? സൈലാണ്. എന്തിനായിരിക്കും അപ്പോൾ ലീഫിലേക്ക് എത്തിക്കുന്നത്? എന്തിനായിരിക്കും? നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മളെ പ്ലാന്റ്സിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഏതാണ്? ലീഫാണ്, അല്ലെങ്കിൽ ഇലകളാണെന്ന് പറയുന്നത്. അപ്പോൾ ഇലകളിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളവും മിനറൽസ് ഒക്കെ എന്താണ്? ഇലകളിലേക്ക് എത്തിച്ചാലാണ് ഫുഡ് പാകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൈലം ചെയ്യുന്നത് എന്താണ്? ഈ വേര് വലിച്ചെടുക്കുന്ന വാട്ടറിനെ നേരെ ഇലകളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് സൈലം എന്ന് പറയുന്നത്. നിങ്ങൾ പണ്ടത്തെ കാലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ, ഇന്നിപ്പോൾ എല്ലാ സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്നവരാണ്, പക്ഷെ പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അച്ഛന്മാർ എന്ത് ചെയ്യുന്ന കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അടുക്കളയിൽ കൊണ്ടുവയ്ക്കുന്നു. അതാണ് ഇപ്പോൾ സൈലം ചെയ്യുന്നത്. അതായത് നമ്മുടെ മണ്ണിൽ നിന്നിട്ടുള്ള വാട്ടറും മിനറൽസ് ഒക്കെ നേരെ കൊണ്ടുപോയിട്ട് അടുക്കളയായ പ്ലാന്റ്സിൻ്റെ ലീഫിൽ കൊണ്ടുവയ്ക്കുന്നു. അതാണ് സൈലത്തിൻ്റെ ജോലി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഫ്ലോയം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ലീഫ് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഉണ്ടാക്കിയ ഫുഡിനെ ഈ പ്ലാന്റ്സിന്റെ വിവിധ ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ പ്ലാന്റ് പാർട്സിലേക്ക് എത്തിക്കുകയാണ് ഫ്ലോയം ചെയ്യുന്നത്. അതായത് അമ്മ ചെയ്യുന്ന ജോലി. അടുക്കളയിൽ പാകം ചെയ്യുന്നത് ലീഫ് തന്നെയാണ്, പക്ഷെ നമ്മുടെ എന്ത് ചെയ്ത് അതിന് വിളമ്പുന്നത് അത് ഫ്ലോയാണ്. നമ്മൾ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതാണ് ഫ്ലോയം ചെയ്യുന്നത് കേട്ടോ. അതായത് ആ ഉണ്ടാക്കിയ ഫുഡ്, സിന്തസൈസ് ആയിരിക്കുന്ന ഫുഡിനെ പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗത്തേക്കും, വേരിലാണെങ്കിൽ വേരിന് കൊടുക്കുന്നു, സ്റ്റെമ്മിലാണെങ്കിൽ സ്റ്റെമ്മിൽ കൊടുക്കുന്നു, അങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സൈലം ആൻഡ് ഫ്ലോയം ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ഡിഫറെന്റ് ഷേപ്പ് ആൻഡ് സൈസ്, സോ ദേ ആർ കോൾഡ് കോംപ്ലക്സ് ടിഷ്യൂ. വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് സൈലം ഫ്ലോയം. ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഈ സൈലത്തിന്റെ ജോലി എന്ന് വെച്ചാൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ and salt
ഫ്രം ദ റൂട്ട് ടു ലീഫ്, അതായത് ലീഫിലേക്ക് ഈ വേര് വലിച്ചെടുക്കുന്ന വെള്ളത്തിനെയും മിനറൽസിനെയും സോൾട്ടിനെയൊക്കെ എത്തിക്കുകയാണ് സൈലം ചെയ്യുന്നത്. ലവണങ്ങളും അതുപോലെ ജലവും ഇലകളിലേക്ക് സംവഹനം ചെയ്യുകയാണ് സൈലം ചെയ്യുന്നത്. ഫ്ലോയം ആണെങ്കിൽ ഇലകൾ നിർമ്മിച്ചിരിക്കുന്ന ആഹാരത്തിനെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം ടിഷ്യൂസ് ആണ്. ഫ്ലോയം ക്യാരീസ് ഫുഡ് സിന്തസൈസ്ഡ് ബൈ ദ ലീഫ് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി. അതാണ് നമ്മുടെ ഫ്ലോയം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം മിസ് നേരത്തെ പഠിച്ചിട്ടുള്ള ആ ടിഷ്യൂസിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് ബോക്സിൽ കൊടുത്തതേ ഉള്ളൂ. പാരങ്കൈമ ഉണ്ട്, കോളങ്കൈമ ഉണ്ട്, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. സ്ക്ലീറങ്കൈമ, പിന്നെ സൈലം. സൈലോം ഫ്ലോയം എന്താണ്? കോംപ്ലക്സ് ടിഷ്യൂസ് ആണ്. ഇനി അടുത്തത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിന്റെ വളരുന്ന ഭാഗങ്ങളില്ലടാ, അവിടെ കാണുന്നതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് വെച്ചാൽ. അതായത് നിരന്തരമായിട്ട് അവർക്ക് വിഭജിക്കാൻ കഴിവുകളുണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന് എന്താണ്? കേപ്പബിൾ ഓഫ് കണ്ടിന്യൂസ് സെൽ ഡിവിഷൻ, സെൽ ഡിവിഷൻ ഉള്ള കഴിവുകളുള്ള, ഓക്കെ, സെൽ ഡിവിഷൻ ചെയ്യാൻ എബിലിറ്റി ഉള്ള ടിഷ്യൂസിനെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കാരണമാണ് ഒരു സസ്യം എന്ത് ചെയ്ത് വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഒരു സസ്യം വളരുന്നുണ്ടെങ്കിൽ എന്താണ്? അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു പ്ലാന്റിന്റെ കൂമ്പ് എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ കൂമ്പ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല. തുമ്പെന്നാണോ അല്ലെങ്കിൽ തളർന്നാണോ അതൊന്നും എനിക്കറിയില്ല. ആ തുമ്പി കാണുന്ന ഭാഗമില്ലടാ, ആ കൂമ്പ്, ആ ഭാഗം പെട്ടെന്ന് ഒടിക്കാൻ പറ്റും. ആ ഭാഗങ്ങളിൽ, അതായത് ഒടിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് തുമ്പ് എന്ന് പറയുന്നത്. ആ ഭാഗങ്ങളാണ് ശരിക്കും ഒരു പ്ലാന്റിന്റെ ഗ്രോത്ത് വെക്കുന്നത്. ഓക്കെ, പൊക്കം വെച്ച് പോകുന്നത് ആ ഭാഗത്താണ്. ആ ഭാഗത്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് 3 തരത്തിലുണ്ട്. എപ്പിക്കൽ മെരിസ്റ്റം, അതല്ലെങ്കിൽ അഗ്രമെരിസ്റ്റം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലാറ്ററൽ മെരിസ്റ്റം അല്ലെങ്കിൽ പാർശ്വ മെരിസ്റ്റം എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഇന്റർകാലറി മെരിസ്റ്റം അല്ലെങ്കിൽ പാർവാന്തര മെരിസ്റ്റം, ഇങ്ങനെ 3 തരത്തിലുള്ള മെരിസ്റ്റംസ് ആണുള്ളത്. ഈ പറയുന്ന നമ്മുടെ പ്ലാന്റ്സിന്റെ ഏറ്റവും തുമ്പത്ത് കാണപ്പെടുന്നതാണ് എപ്പിക്കൽ മെരിസ്റ്റം. പ്ലാന്റ്സിന്റെ തുമ്പത്ത് മാത്രമല്ല, റൂട്ടിന്റെ തുമ്പത്താണ് വളരുന്നത് അല്ലേ? ആ റൂട്ടിന്റെ ഏറ്റവും അടിഭാഗത്ത് കാണപ്പെടുന്നത്, ടിപ്പിൽ കാണപ്പെടുന്നതും എന്താണ്? എപ്പിക്കൽ മെരിസ്റ്റം തന്നെയാണ്. ഓക്കെ, വേരിന്റെ ഏറ്റവും അഗ്രഭാഗത്ത് കാണപ്പെടുന്നതും സസ്യത്തിന്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നത് എന്താണ്? അഗ്രമെരിസ്റ്റമാണ്. ഇനി ലാറ്ററൽ മെരിസ്റ്റം ഇവിടെ കാണപ്പെടുന്നതാണ്. ലാറ്ററൽ മെരിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലാന്റ്സ് വണ്ണം വയ്ക്കുന്ന എന്ത് തന്നെയാണ്? അതൊരു വളർച്ചയാണ്. ഓക്കെ, ആ വണ്ണം വെക്കുന്നതിന് അല്ലെങ്കിൽ വീതി വെക്കുന്നതിന് സഹായിക്കുന്നത് ആരാണ്? ലാറ്ററൽ മെരിസ്റ്റം ആണ്. ഇനി ഇന്റർകാലറി മെരിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോണോകോട്ട് പ്ലാന്റ്സിൽ, ഏകബീജപാത്ര സസ്യങ്ങളിൽ, അതായത് മുളകളിൽ, മുള എന്നൊക്കെ പറയുന്ന ആ ഒരു പ്ലാന്റ്സിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്ക് 2 നോഡ്സിന് ഇടക്കായിട്ട് ഒരു പ്ലാന്റ് ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട്. അതാണ് ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് മുളയാണെന്ന് കരുതിക്കോ. മുളയിൽ ഇതിങ്ങനെ ഇതുപോലെ വരകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു പുതിയൊരു മുള സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ബ്രാഞ്ചസിന് തുടക്കം കുറിക്കുന്നത് ഇന്റർകാലറി മെരിസ്റ്റം ആണ്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ജന്തുകോശങ്ങൾ കേട്ടോ. അതോടുകൂടി പ്ലാന്റ് ടിഷ്യൂസ് കഴിഞ്ഞു കേട്ടോ. പ്ലാന്റ് ടിഷ്യൂസ് കഴിഞ്ഞു. ഇനി പഠിക്കുന്നത് നമ്മൾ എന്താണ്? ജന്തുകോശങ്ങൾ. നമ്മൾ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് എന്താണ്? സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ്. അതുപോലെ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ലൈസോസോമും അതുപോലെ സെൻട്രിയോളും. ലൈസോസോം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോറിൻ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതായത് ഈ പറഞ്ഞ അകത്തേക്ക് ഫോറിൻ പാർട്ടികൾ, അന്യവസ്തുക്കൾ കടക്കുകയാണെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുകയാണ് ലൈസോസോം ചെയ്യുന്നത്. ഇനി സെൻട്രിയോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെൽപ്പ് ഇൻ ദ സെൽ ഡിവിഷനെ സഹായിക്കുന്നതാണ് സെൻട്രിയോൾ, അല്ലെങ്കിൽ കോശ വിഭജനത്തിന് സഹായിക്കുന്നതാണ് സെൻട്രിയോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും എവിടെ മാത്രമേ കാണുള്ളൂ? ആനിമൽ സെൽസിൽ അല്ലെങ്കിൽ ജന്തുകോശങ്ങളിൽ മാത്രമേ കാണുള്ളൂ. ഒരിക്കലും അത് പ്ലാന്റ്സിൽ ഇല്ല. ഓക്കെ, അപ്പോൾ കോശഭിത്തി എന്തിലാണ് നാം പറയുന്നത്? പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജന്തുകോശങ്ങൾ, ആനിമൽ സെൽസിൽ ഇല്ല എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ അടുത്തത് എന്താണ്? സെൻട്രിയോൾ പ്ലാന്റ്സിൽ ഇല്ല, പക്ഷേ ആനിമൽ സെൽസിൽ ഉണ്ട്. അത് സെൽ ഡിവിഷനെ സഹായിക്കുന്നു. പ്ലാസ്റ്റിഡ് എന്താണ്? പ്ലാന്റ്സിൽ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ, അസമയം ജന്തുകോശങ്ങളില്ല. ലൈസോസോം എന്താണ്? പ്ലാന്റ് സെല്ലിൽ ഇല്ല, ഉള്ളത് എന്താണ്? ജന്തുകോശങ്ങളിലാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നുണ്ട്. ഇനി ആനിമൽ ടിഷ്യൂസ് ആണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ പ്ലാന്റ് ടിഷ്യൂസ് പഠിച്ചു അല്ലേ? പാരങ്കൈമ, കോളങ്കൈമ എന്നൊക്കെ പഠിച്ചു. അതുപോലെ ആനിമൽ ടിഷ്യൂസ് ഉണ്ട്. ആനിമൽ ടിഷ്യൂസ് 4 തരത്തിലാണുള്ളത്. ഒന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഓക്കെ, രണ്ടാമത്തെ ടിഷ്യൂ എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ, മൂന്നാമത്തെ ടിഷ്യൂവിന് മസിൽ ടിഷ്യൂ, നാലാമത്തത് ന്യൂറൽ ടിഷ്യൂ. ഇങ്ങനെ 4 തരത്തിലുള്ള ടിഷ്യൂസ് ആണ് നമുക്കുള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോഡി കവർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഈ ബോഡിയിലൂടെ ഇവിടെ കാണുന്നത് എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. നമ്മുടെ ബോഡി മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ ആന്തരാവയവങ്ങളെ പൊതിയുന്നതും ഇത് തന്നെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണ കലയാണ്. ഓക്കെ, നമ്മുടെ ഹാർട്ട് ആയിക്കോട്ടെ, ലിവർ ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, പാൻക്രിയാസ് ആയിക്കോട്ടെ, സ്റ്റൊമക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം പൊതിഞ്ഞിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? അത് പൊതിയുകയാണെങ്കിൽ എന്താ അത് മീൻ
ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ആണ്, അതാണ് കൊടുത്തിരിക്കുന്നത്. കവർ ആൻഡ് പ്രൊട്ടക്ഷൻ ദ സർഫേസ് ഓഫ് ദ ബോഡി ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനായാലും അതുപോലെ നമ്മുടെ ബോഡിയുടെ പ്രതലത്തിലായാലും സർഫേസിലായാലും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആരാണ്? ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഇനി അടുത്ത പറയുന്നത് നമ്മുടെ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ. നമ്മളിപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നു, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഓയിൽമെന്റ് ഇടുന്നു, അങ്ങനത്തെ എന്തെങ്കിലും ക്രീം പരട്ടി കഴിഞ്ഞാൽ, സബ്സ്റ്റൻസ് ഒക്കെ പരട്ടി കഴിഞ്ഞാൽ അതിനെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്ന ആരാണ്? നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. കാരണം അതാണല്ലോ ഏറ്റവും മുകൾ ഭാഗത്തുള്ളത്. ഇനി ശ്ലേഷ്മം പോലുള്ള അല്ലെങ്കിൽ മ്യൂക്കസ് പോലുള്ള സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. നിങ്ങൾ ജസ്റ്റ് മൂക്കിലൊന്ന് ടച്ച്, കോൾഡ് ഇല്ലാത്തവർ മൂക്കിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവിടെ ചെറിയ രീതിയിലുള്ള നനവ് കാണാൻ പറ്റും. അതെന്താണ്? അതായത് മൂക്കിനുള്ളിൽ ഇവിടെ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ശ്ലേഷ്മം അഥവാ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മ്യൂക്കസ് മെംബ്രെയിൻ ഉള്ളത് എവിടെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സെക്രീഷൻസ് അതിനൊക്കെ വേണ്ടിയിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ അതായത് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തതാണ് കണക്റ്റീവ് ടിഷ്യൂ. പേരി തന്നെ ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതായത് വേരിയസ് പാർട്ടുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇത് ശരീരത്തിന് എന്താണ്? ഒരു താങ്ങ് കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിൾ ആണ് ബ്ലഡ് വരുന്നുണ്ട്. ബ്ലഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമുക്കറിയാം ബ്ലഡ് നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും കൂടി ഒഴുകുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? കണക്ട് ചെയ്യണം. അതുപോലെ ബോൺ, അസ്ഥികൾ എന്താണ്? നമ്മുടെ ശരീരത്തിന് താങ്ങും തണലും കൊടുക്കുക. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിൾ ബ്ലഡ്, ബോൺ, അതുപോലെ ഫൈബറസ് ടിഷ്യൂ, നാരുകലയാണ്. അപ്പോൾ ഈ ബോൺ ഉള്ളത് കൊണ്ട് തന്നെ കണക്റ്റീവ് ടിഷ്യൂ എന്താണ്? നമ്മുടെ ശരീരത്തിന് താങ്ങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ കണക്ട് വേരിയസ് പാർട്ടുകൾ, വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് കണക്റ്റീവ് ടിഷ്യൂ. പേരിൽ തന്നെ ഉണ്ട്, ബന്ധിപ്പിക്കുക. അതാണ് കണക്റ്റീവ് ടിഷ്യൂവിന്റെ ജോലി. എക്സാമ്പിൾ ബോൺ, ബ്ലഡ്, ഫൈബ്രസ് ടിഷ്യൂസ് ആണ് കണക്റ്റീവ് ടിഷ്യൂ. എക്സാമ്പിളും പഠിക്കാം, വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി അടുത്തതാണ് മസിൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ബോൺസിന്റെ ഇവിടെ മസിൽ നമ്മൾ കാണിക്കില്ല, മസിൽ ഉണ്ട് എന്ന് അറിയില്ലേ? ആ മസിൽ ടിഷ്യൂ. അതെന്താ? മസിൽ ടിഷ്യൂ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ബോഡി മൂവ്മെന്റ്സ്, അതായത് ഞാനിപ്പോൾ നടക്കുന്നു, ഞാനിപ്പോൾ ചാടുന്നു, ഞാനിപ്പോൾ കൈ ഇങ്ങനെ കാണിക്കുന്നു, അതിനെല്ലാം സഹായിക്കുന്ന ആരാണ്? മസിൽ ടിഷ്യൂയാണ്. ശരീരചലനത്തെ സഹായിക്കുന്നത് ആരാണ്? മസിൽ ടിഷ്യൂ അഥവാ പേശികലയാണ്. ഈ പേശികലയ്ക്ക് അല്ലെങ്കിൽ മസിൽ ടിഷ്യൂവിന് പ്രത്യേകതയുണ്ട്. ഇവർക്ക് മാത്രം എന്താണ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റും. അതായത് അവരുടെ സെൽസിന് സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവുണ്ട്. അതാണ് മസിൽ ടിഷ്യൂസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ കുഞ്ഞതാണ്, കാണുമ്പോൾ കുറേയൊക്കെ ഉണ്ടെന്ന് തോന്നും, പക്ഷേ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഇനി അടുത്ത ന്യൂറൽ ടിഷ്യൂ, അതായത് സന്ദേശവിനിമയം സാധ്യമാക്കുക അല്ലെങ്കിൽ മേക്ക് ദ ഇമ്പൾസ് ട്രാൻസ്മിഷൻ പോസിബിൾ. അതായത് നിങ്ങളിപ്പോൾ എന്നെ കാണുന്നില്ലേ, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ, നിങ്ങൾ ഒരാളെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്നില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുക. നിങ്ങൾ എന്തറിയുന്നു അത് ന്യൂറൽ ടിഷ്യൂസിലൂടെ അറിയുള്ളൂ. അതായത് നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ എൻ്റെ ഈ പറയുന്ന ഇമേജ് വരുന്നു. ഈ ഇമേജ് ബ്രെയിനിലേക്ക് എത്തിച്ചാൽ മാത്രമാണ് അത് ഞാനാണെന്ന് നിങ്ങൾക്ക് കാണുകയുള്ളൂ. ഓക്കെ, ആ ബ്രെയിനിലേക്ക് ഇമേജ് എത്തിക്കുന്നത് ആരാണ്? ഈ ന്യൂറൽ ടിഷ്യൂ ആണ്. ഓക്കെ, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ചെവിയിലൂടെ എൻ്റെ ശബ്ദം നിങ്ങളുടെ ചെവിയിലൂടെ എൻ്റെ ശബ്ദം പോകുന്നുണ്ട്. അത് പല പല ഭാഗത്തിലൂടെ കടന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമാണ് ശബ്ദം നിങ്ങൾ കേൾക്കുള്ളൂ. ആ ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്നത് ആരാണ്? ഈ ന്യൂറൽ ടിഷ്യൂ ആണ്. നിങ്ങൾ ആരെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയുന്നത് എന്താണ്? ഈ ടച്ച് ചെയ്ത കാര്യം, ഈ മെസ്സേജ് ഈ ന്യൂറൽ ടിഷ്യൂ ബ്രെയിനിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ ടച്ച് ചെയ്ത കാര്യം അറിയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൈ പൊള്ളിയെന്ന് വെച്ചോ, കൈ പൊള്ളുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് എന്താണ്? കൈ വലിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടാണോ വലിക്കുന്നത്? അല്ല, നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ ന്യൂറൽ ടിഷ്യൂ പെട്ടെന്ന് തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട്, അതായത് ഭയങ്കര പെട്ടെന്ന് തന്നെ ബ്രെയിനോട് പറയും കൈ പുള്ളി എന്ന് പറയുമ്പോൾ ബ്രെയിൻ അപ്പം തന്നെ റെസ്പോൺസ് കൊടുക്കും, ആ കൈ വലിച്ചോ. അപ്പോൾ അങ്ങനെയുള്ള സന്ദേശവിനിമയം, ഇമ്പൾസ് ട്രാൻസ്മിഷൻ സഹായിക്കുന്ന ഏതാണ്? ന്യൂറൽ ടിഷ്യൂ വഴിയാണ്. നമ്മുടെ ശരീരത്തിൽ ന്യൂറൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ രുചി അറിയുന്നത്, മണം അറിയുന്നത്, കാഴ്ച കാണുന്നത്, കേൾവി കേൾക്കുന്നത്, ഇതെല്ലാം ന്യൂറൽ ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ചില ആൾക്കാർക്ക് ഓപ്പറേഷൻ ചെയ്താലും കണ്ണ് കാണാൻ പറ്റില്ലെന്ന് പറയും. അതെന്താണ്? ന്യൂറൽ ടിഷ്യൂവിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ്. അതായത് അവരിൽ കറക്റ്റായിട്ട് ഇമേജ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇത് ബ്രെയിനിലേക്ക് എത്തിക്കുന്ന നാഡികൾക്കായിരിക്കും അല്ലെങ്കിൽ ന്യൂറലിനായിരിക്കും, നാഡീകലകൾക്കായിരിക്കും ഡാമേജ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സർജറി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള എല്ലാ സന്ദേശവിനിമയവും കൈകാര്യം ചെയ്യുന്നത് ന്യൂറൽ ടിഷ്യൂ ആണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ നാഡികലയാണ്. ഓക്കെ, ഇനി സ്റ്റെം സെൽസ് ആണ് കേട്ടോ. സ്റ്റെം സെൽ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ്. സ്റ്റെം സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൽസിന് നെർവ് സെൽ ആകാനും ബ്ലഡ് സെൽ ആകാനും എപ്പിത്തീലിയൽ സെൽ ആകാനും മസിൽ സെൽ ആയിട്ടൊക്കെ വികസിപ്പിച്ചെടുക്കാനായിട്ട് സ്റ്റെം സെൽസിനെ പറ്റും. ഓക്കെ, മലയാളത്തിൽ വിത്ത് കോശങ്ങൾ എന്നാണ് പറയുന്നത്. വിത്ത് കോശങ്ങൾ എന്താണ്? നാഡീകോശങ്ങളാക്കാനും രക്തകോശങ്ങളാക്കാനും ആവരണ കോശങ്ങളാക്കാനും പേശി കോശമാക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഇത്. ക്യാൻ ഡെവലപ്പ് ഇൻ ടു വേരിയസ് ടൈപ്പ് ഓഫ് സെൽസ് സച്ച് ആസ് മസിൽ സെൽ, നർവ് സെൽ, ബ്ലഡ് സെൽസ്, അങ്ങനെ എല്ലാം ആക്കി മാറ്റാനായിട്ട് നമ്മുടെ ഈ പറയുന്ന സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾക്ക് സാധിക്കും. ദേ ആർ കോൾഡ് ബോഡി മാസ്റ്റർ. അതുകൊണ്ട് തന്നെ ഇവരെ ബോഡി മാസ്റ്റർ സെൽസ് എന്നാണ് വിളിക്കുന്നത്. മലയാളത്തിൽ അതിനെ ശരീരത്തിൻ്റെ മാസ്റ്റർ കോശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. സ്റ്റെം സെൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കൾ, അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി ഈ സ്റ്റെം സെൽസ് വെച്ചിട്ട് നമ്മുടെ മോഡേൺ മെഡിസിൻസ് ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു
സ്റ്റെം സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്, വിത്ത് കോശങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിയണം. കുറച്ച് ലെങ്തി ആണെന്ന് മിസ്സിനും അറിയാം, പക്ഷേ ലെങ്തി ആണെന്ന് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതിൽ നിന്ന് അത്യാവശ്യം വെയിറ്റേജ് ഉള്ളതാണ്. വെയിറ്റേജ് മീൻസ് എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് എന്നല്ല, ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വരും വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.